ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇറ്റ്സ് മീ വൈഷുസ്കൾ. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ എണീറ്റ് വന്നപ്പോൾ തന്നെ കണ്ട കാഴ്ച ഇതൊക്കെയാണ്. അമ്മയും കൂടെ അടുക്കളയിൽ തകൃതിയായിട്ടുള്ള പണിയിലാണ് കേട്ടോ. ഇന്ന് നമ്മുടെ വെക്കേഷൻ്റെ ലാസ്റ്റ് ഡേ ആണ്. ആക്ച്വലി എനിക്ക് ആലോചിക്കാൻ കൂടെ വയ്യ, കണ്ണടച്ച് തുറക്കണതിന് 10-12 ദിവസം കഴിഞ്ഞു പോയത്. ഇത്രയും ദിവസം ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അല്ലൂസിന് 29-ാം തീയതി ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഞാൻ അതിന് അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് 2-3 ദിവസം ലീവ് ആക്കിയിട്ടാണ് ഇത്രയും ദിവസം എക്സ്റ്റെൻഡ് ചെയ്തത്. അപ്പം എന്താ വെച്ചാൽ ഇനിയിപ്പോൾ അമ്മ എപ്പോഴാണ് വരാൻ പറയാൻ പറ്റില്ല. ഇനി അമ്മ വന്നാലും എനിക്ക് ഇങ്ങോട്ട് വരാൻ പറ്റില്ല, അല്ലൂസിന് ക്ലാസ്സില്ലേ. പിന്നെ അമ്മമ്മയാണെങ്കിലും വയനാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വന്നിടത്തോളം അമ്മമ്മയ്ക്ക് ഇപ്പോൾ പണി കിട്ടിയിട്ടേ ഉള്ളൂ. കാരണം ഇത്തവണ ഇവിടെ വന്ന് ഞങ്ങളെ കൂടെ ഇത്രയും ദിവസം നിന്നില്ലേ. ഇതിൻ്റെ ഇടയിൽ തന്നെ 2 വട്ടം വീട്ടിൽ കുരങ്ങ് കയറി. കുരങ്ങിൻ്റെ ശല്യം ഭയങ്കരമായിട്ടുണ്ട്. വയനാട്ടിലല്ലേ വീട്. അപ്പോൾ അവിടെ കുരങ്ങ് കയറി എന്തൊക്കെയോ അരിയും സാധനങ്ങളൊക്കെ നശിപ്പിച്ചിട്ടിരിക്കുകയാണ് കേട്ടോ. എന്നിട്ടും അമ്മമ്മ തിരിച്ചു പോകാണ്ട് ഞങ്ങളുടെ കൂടെ ഇവിടെ നിന്നത്. നമ്മളെല്ലാവരും കൂടെ കുറച്ച് ദിവസം നിൽക്കാമല്ലോ എന്നുള്ളൊരിതിലാണ്. പക്ഷേ ഈ ഒരു ദിവസങ്ങൾ ഞാൻ ഒരിക്കലും മറക്കില്ല. ബിക്കോസ് നമ്മൾ പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോണ്ടല്ലോ, ഇനി ആരൊക്കെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞിട്ടും കെട്ടിയോനും നമ്മളെ വീട്ടിലുള്ളവരും ഒക്കെ കൂടെ അല്ലാതിരുന്നാൽ ഉണ്ടാകുന്നൊരു സങ്കടം ഉണ്ടല്ലോ, അത് അനുഭവിച്ചവർക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ. എനിക്കാണെങ്കിൽ ഞാൻ പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞൊരു 2 മാസം കഷ്ടി ഏട്ടൻ ഇവിടെ ഉണ്ടോ? ഇല്ല, അതിൻ്റെ ഉള്ളിൽ തന്നെ ഏട്ടൻ പോയി. ഇനിയിപ്പോൾ എൻ്റെ ഡെലിവറിക്ക് വന്നാൽ ഭാഗ്യം എന്നുള്ള അവസ്ഥയിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. അപ്പം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കെട്ടിയും കൂടെ ഇല്ലാത്ത അവസ്ഥ തന്നെ വല്ലാത്തൊരവസ്ഥയാണ്. അപ്പം അമ്മമ്മയും എല്ലാവരും കൂടെ ഇത്രയും ദിവസം കൂടെ കിട്ടിയത് തന്നെ സന്തോഷം. അത് ഞാൻ മാക്സിമം എൻജോയ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ നമ്മളുള്ള സമയം മാക്സിമം ആ ഒരു മൊമെൻറ്റ് എൻജോയ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ ഞാനും അമ്മയും കൂടെ പൂരി ചുടാണ് കേട്ടോ. ഇന്നും പൂരിയാണ്. എനിക്ക് പൂരി ഭയങ്കര ഒരു ഫേവറേറ്റ് ആയിട്ടാണ്. അതുകൊണ്ട് അമ്മ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടായി തരും കേട്ടോ. അപ്പോൾ ഇന്ന് പൂരിയും, പക്ഷേ ഇഷ്ടുകറിയല്ല, ഇന്ന് മീൻ കറിയാണ് കേട്ടോ. ഞങ്ങൾ തലേന്ന് വരുന്നപ്പം മീനൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു വരുമ്പോൾ. അങ്ങനെ പിന്നെ ഇന്നലെ നല്ലൊരു ടെൻഷൻ അടിച്ച ദിവസമാണല്ലോ, അറിയാലോ, നമ്മൾ തുമ്പമ്മേൻ്റെ ചുണ്ടൊന്ന് മുറിഞ്ഞിട്ട്. അപ്പം അതുകൊണ്ട് ഇപ്പോൾ രാവിലെ നോക്കിയപ്പോൾ വലിയ കുഴപ്പമില്ല. ചെറുതായിട്ടൊന്ന് ഇങ്ങനെ ആ ഒരു കേവ് പോലെ ഉണ്ടായതൊക്കെ ഒന്ന് തൂർന്ന് വന്നിട്ടുണ്ട്. ബട്ട് ഇവൾ ചുണ്ടിൽ തന്നെ കൈ വെച്ച് നടക്കുന്നതുകൊണ്ട് ഇനി പാട് കൂടുക ചെയ്യുക. അപ്പോൾ അതൊരു ടെൻഷൻ തന്നെയാണ് കേട്ടോ. പിന്നെ അമ്മേൻ്റെ അടുത്ത് വർത്താനം പറഞ്ഞുകൊണ്ട് ഇതിങ്ങനെ ഇരിക്കാൻ നല്ല രസമാണ്. ഞാൻ അടുക്കളയിൽ അങ്ങനെ അമ്മേനെ ഹെൽപ്പ് ചെയ്യാനൊന്നും വരേണ്ട ആവശ്യമില്ല കേട്ടോ ഇവിടെ വന്നു കഴിഞ്ഞാൽ. അപ്പോൾ പക്ഷേ ഇന്നിപ്പോൾ വന്നിരിക്കുന്നത് എന്താ വെച്ചാൽ ഇത് ഈസിയാണ്. അമ്മ പരത്തുന്നു, ഞാൻ ചുടുന്നു, ആകുമ്പോൾ വേഗം കഴിയും. പിന്നെ എനിക്ക് വിശക്കണമുണ്ട്, ഇപ്പോൾ വേഗം ആവണമല്ലോ. പിന്നെ അല്ലൂൻ്റെ തുമ്പിൻ്റെ കാര്യമൊന്നും ഞാൻ അവിടെ പോയിട്ട് അറിയാറേ ഇല്ല കേട്ടോ. ലൈക്ക് രാവിലെ അവരെ എണീക്കണതോ അവർക്ക് ഫുഡ് കൊടുക്കണതോ അവരെ കുളിപ്പിക്കണതോ തൊട്ടിട്ടെല്ലാം അമ്മയും തന്നെയാണ് മാനേജ് ചെയ്യാറ്. ഞാൻ അങ്ങനെയൊന്നും അധികം അറിയാറില്ല. പിന്നെ ഇതാ അമ്മമ്മ അവിടെ നല്ല അടിപൊളി മാന്തക്കറി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അല്ലൂട്ട് എന്തൊക്കെയോ കഥ അടിക്കുന്നുണ്ട്. തലേന്ന് രാത്രി ഒരു പനിച്ചിട്ടാണ് ചെക്കൻ കിടന്നതെങ്കിലും രാവിലെ ആയപ്പോൾ പനിയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അതന്നെ ഒരു സമാധാനം. രാവിലെ എണീറ്റ് വന്നിരുന്നതാ ഇങ്ങനെ മുറ്റത്തേക്ക് നോക്കിയിരിക്കാൻ വല്ലാത്തൊരു സുഖമാണ്. ഇനിയിപ്പോൾ എപ്പോഴും അവിടെ വരിക എന്ന് അറിഞ്ഞൂടാ. ശരിക്കും പറഞ്ഞാൽ ഭയങ്കരമായിട്ട് മിസ് ചെയ്യും. അല്ലൂട്ടൻ കറി ആയപ്പോഴത്തേക്കും വേഗത മീനൊക്കെ കൊണ്ടുവന്നിച്ച് തിന്നിട്ട് ഒരു മീൻ ഭ്രാന്തനാണ് അല്ലൂ. പിന്നെ അവിടെ അല്ലു എന്നാണ് പറയുന്നത്. അല്ലുവിന് അപ്പു എനിക്ക് എപ്പോഴും മാറിപ്പോവും. അപ്പവും ഉണ്ണിയച്ഛനും ഒക്കെ ചായ കുടിക്കുന്നുണ്ട്. അമ്മച്ചൻ്റെ അടുത്ത് എന്തോ കഥ പറയാൻ കേട്ടോ. അമ്മച്ചൻ ഇങ്ങനെ മോളെ ചുണ്ടിന് പറ്റി തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അമ്മച്ചനെ ഒരു ടെൻഷനാണ്. അപ്പോൾ തുമ്പമ്മയും ഓൻ കൊണ്ടുവന്നപ്പോൾ തന്നെ അതുപോലെ മീനും കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ മൂപ്പത്തി കുറച്ച് പേടിയുള്ള കൂട്ടത്തിലാണ്. മുള്ളൊക്കെ നടുവെന്നുള്ള പേടിയുണ്ട്. അപ്പോൾ ഞാൻ തന്നെ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ മുള്ളൊക്കെ മാറ്റി മീനൊക്കെ എടുത്ത് കൊടുത്തപ്പോഴാണ് അവൾ കഴിച്ചത്. അങ്ങനെ ഇവരിവിടെ കഴിക്കുന്നുണ്ട്. ഞാൻ പിന്നെ ഇൻസുലിൻ വെച്ചിട്ട് ഒരു ഇച്ചിരി സമയം കഴിഞ്ഞിട്ടേ കഴിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഞങ്ങൾ കഴിക്കുകയാണ്. അപ്പു അവൻ്റെ കാറിന് ചെറിയൊരു എന്തൊരു പണിയല്ല, എന്തോ സർവീസ് എന്തോ ചെയ്യാണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. ഞങ്ങളുടെ ഫാമിലിയിൽ ഒരു മരണം ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവൻ അവിടെയും കയറാനുണ്ട്. ഞാൻ പിന്നെ പ്രഗ്നൻസി ടൈം ആയതുകൊണ്ട് അങ്ങനെ മരണ വീടുകൾ പോകാറില്ല. കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് വേണം എനിക്ക് പോകാൻ വേണ്ടിയിട്ട്. ഞങ്ങളുടെ വീടിനടുത്തൊരു മരണം ഉണ്ടായിട്ട് ഞാൻ പോയിണ്ടായിരുന്നില്ല കേട്ടോ. ഇതാ കുളിച്ചൊക്കെ വന്നിട്ടുണ്ട്. തുമ്പി അല്ലൂസും കുളിച്ചൊക്കെ വന്നിട്ടുണ്ട്. തുമ്പമ്മേൻ്റെ അത് ബേബിയാണോ എൻ്റെ? നോക്കട്ടെ. ബേബി തുമ്പീൻ്റെ ചുണ്ടിൽ നമ്മൾ മരുന്നെന്ന് മരുന്നൊക്കെ തേച്ച് കൊടുത്തു. നോക്കട്ടെ, കാണിച്ചു കൊടുക്ക്, മുകളിലേ നോക്ക്. കണ്ടോ ഗൈസ്, മരുന്നൊക്കെ നമ്മൾ തേച്ച് കൊടുത്തു. ആ മുടിയൊക്കെ കെട്ടിയിട്ടുണ്ടോ, നല്ല സുന്ദരി മോളായിട്ടുണ്ട്. നല്ല കുട്ടിയാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ ഈ 10 days ഉണ്ടല്ലോ, അല്ലുവിൻ്റെ തുമ്പിൻ്റെ കാര്യം ഞാൻ അറിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, ഞാൻ എൻ്റെ കാര്യം പോലും അറിഞ്ഞിട്ടില്ല. അതായത് ഓരോ സമയവും ഇങ്ങനെ ഫുഡ് ഇങ്ങടേക്ക് കൊണ്ടുതരിക, അല്ലെ വെള്ളം കുടിക്കാൻ ഞാൻ മറന്നുപോയാൽ അമ്മ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വെള്ളം കൊണ്ടുതരും. വെള്ളം കുടിക്കുക, അത് കഴിക്കുക, ഇത് കഴിക്കുക എന്ന് പറഞ്ഞിട്ട് ഇങ്ങടേക്ക് കൊണ്ടുതരും. സോ അത് ഞാൻ ഭയങ്കരമായിട്ട് മിസ് ചെയ്യും. ലൈക്ക് എന്താ പറയുക, ചില സമയം ഞാനുണ്ടല്ലോ, എനിക്ക് ഓർമ്മ ഉണ്ടാവില്ല വെള്ളം കുടിക്കാനോ അല്ല ഇന്ന സമയത്ത് ഭക്ഷണം കഴിക്കുക അങ്ങനെ ഒന്നുമില്ല. ഞാനൊരു ഓളത്തിൽ ഇങ്ങനെ പോകുമായിരിക്കും. ചിലപ്പോൾ മക്കളെ വയ്യാതെ ഇങ്ങനെ നടക്കും. അങ്ങനെ തോന്നുന്ന സമയത്തൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നതാണ്. പക്ഷേ അമ്മയൊക്കെ കൂടെ ഉണ്ടായ സമയത്ത് അങ്ങനെയല്ലായിരുന്നു. എനിക്കൊരു കറക്റ്റ് ഒരു റൊട്ടീൻ ഉണ്ടായിരുന്നു. ഒരു ഫുഡ് ചാർട്ട് പോലെയായിരുന്നു. ഇന്ന സമയത്ത് ഇന്ന സാധനം കഴിക്കുക, അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ. പക്ഷേ അതൊക്കെ ഞാൻ ഒരുപാട് മിസ് ചെയ്യും ഗൈസ്. നിങ്ങളെല്ലാവരും ചോദിച്ചു അമ്മച്ചൻ എന്താ പറ്റിയെന്ന്. അമ്മച്ചൻ എന്താ പറ്റിയെന്ന് വെച്ചാൽ 1993, അതായത് ഞാൻ ജനിക്കുന്നതിന് മുന്നേ അമ്മച്ചൻ ഒരു സൈഡ് കുഴഞ്ഞു പോയി, അല്ലേ? ഒരു സൈഡ് കുഴഞ്ഞു പോയി.
പ്രഷറൊക്കെ കൂടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു സൈഡ് കുഴഞ്ഞു പോയി. പിന്നെ ഞാൻ 8ാം ക്ലാസ് പഠിക്കുന്ന സമയത്തല്ലേ പിന്നെ അത്രയും കാലം അമ്മച്ച കിടപ്പായിരുന്നു. പക്ഷെ എന്നാലും എണീറ്റിട്ടൊക്കെ ഉണ്ടല്ലേ. ഞാൻ ചെറിയ കുട്ടിയാകുമ്പോ തന്നെ വടി കുത്തിയൊക്കെ നടക്കുമായിരുന്നു. അങ്ങനെ എണീറ്റ് നടക്കുകയൊക്കെ ചെയ്യുന്നു അല്ലേ. ഒരു സൈഡ് ഇങ്ങനെ ഈ കൈ പാരലൈസ്ഡ് ആയതാ. അപ്പൊ ഈ കൈ ആണെങ്കിൽ മറ്റേ ഇതില് വടിയൊക്കെ കുത്തി പിടിച്ച് ഇന്നെ എടുത്തതൊക്കെ എനിക്ക് ഓർമ്മയുണ്ടല്ലേ. പിന്നെ ഞാൻ 8ലെങ്ങാനും പഠിക്കുമ്പോഴാണ് അമ്മച്ചന് പാരലൈസ്ഡ് ആയ സ്ഥലത്തല്ലാതെ മറ്റേ സൈഡിലെ കാല് മുറിക്കേണ്ടി വന്നത്. അത് മറ്റേ കാല് കേട് വരാത്ത ഭാഗത്താണുള്ള കാലാണ് മുറിക്കേണ്ടി വന്നത്. അതായത് തളർന്ന ഭാഗം അതുപോലെ ഉണ്ട്. മറ്റേ സൈഡത്തെ കാല് മുറിക്കേണ്ടി വന്നു. എന്തുകൊണ്ട് മുറിക്കേണ്ടി വന്നു? അത് നിക്കോട്ടിൻ എന്ന് പറഞ്ഞ രോഗമാണ്. നിക്കോട്ടിൻ രോഗമല്ല, നിക്കോട്ടിൻ എന്താ പുകവലിച്ചത് കൊണ്ട് നിക്കോട്ടിൻ വന്നു. പക്ഷെ പുകവലിയൊക്കെ എന്നോ നിർത്തിയില്ലായിരുന്നോ? പിന്നെ അതൊക്കെ നിർത്തി. അല്ല, നിക്കോട്ടിൻ ബാധിക്കുന്നതിന് മുന്നേ അത് നിർത്തിയില്ലായിരുന്നോ? ഇല്ല. ഞാൻ ജനിക്കുന്നതിന് മുന്നേ അമ്മച്ചൻ പുകവലി നിർത്തിയില്ലേ? ഇല്ല, അങ്ങനെ വലിക്കും, ചെറിയ രീതി. ചെറിയ രീതിയിൽ വലിക്കും. അങ്ങനെ അപ്പൊ വലിക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത്തരം പണികളൊക്കെ കിട്ടും. മാനസികമായിട്ട് ഞാൻ തളർന്നപ്പോ ശരിക്ക് ഒരു 1-1.5 പാക്കറ്റ് സിഗരറ്റ് കൊണ്ടുവന്നു. അതായത് ഞാൻ തളർന്നു കിടന്നപ്പോ അപ്പൊ സിഗരറ്റ് ഒരു അഡിക്ഷനായി. നിയന്ത്രിക്കാൻ കഴിയാതെ രൂപത്തിലായി. അപ്പൊ പിന്നെ അങ്ങനെ നിക്കോട്ടിൻ ബാധിച്ച് അമ്മച്ചന് മുട്ട് വരെ ആദ്യം മുറിച്ചല്ലേ. അത് കഴിഞ്ഞ് പിന്നെയും പഴുപ്പ് മുകളിൽ കേറുന്നുണ്ട്, പിന്നെയും ഇങ്ങനെ ഇൻഫെക്ഷൻ മുകളിൽ വരുന്നുണ്ട്. അപ്പൊ വീണ്ടും മുകളിലെ മുറിച്ചിപ്പോ നല്ല തീരെ അല്ലേ കാലിന്റെ എന്താ പറയാ ഹിപ്പ് ജോയിന്റ് കുറച്ച് താഴെ വെച്ച് തന്നെ കട്ടായി. പിന്നെ ഡോക്ടർ പറഞ്ഞ് ഇനി നിവൃത്തിയില്ല, തരിപ്പിക്കാതെ ഒരു പരിപാടി ഉണ്ട്, ആദ്യം തരിപ്പിക്കാതെ പരീക്ഷിച്ചിട്ട് ചെയ്യാം, ധൈര്യം ഉണ്ടോന്ന് ചോദിച്ചാൽ. അങ്ങനെ തരിപ്പിക്കാതെയാണ് 3ാമത്തെ മുറി മുറിച്ച്. അത് വളരെ താങ്ങാൻ പറ്റാതെ ഒരവസ്ഥയല്ല. തിയേറ്ററിൽ നിന്നൊന്നും പോയില്ല, കട്ടിൽ തന്നെ അമ്മ പിടിച്ചിട്ടാണ് ഈ കാല് താങ്ങി പിടിച്ചിട്ടാണ് മുറിച്ചത്. മുറിക്കുന്ന ഒരു ഉപകരണമാണ് ഒന്ന്, ഇറച്ചി മുറിക്കുന്ന ഉപകരണം വേറൊന്ന്, എല്ല് മുറിക്കുന്ന വേറൊന്ന്. അതൊക്കെ പച്ചക്കാണ്. അപ്പൊ ഇതൊന്നും നമ്മൾ എന്ത് മനസ്സിലാക്കണം? ആരും പുക വലിക്കരുത്. ഡോക്ടർമാര് പറയുന്നുണ്ട് മദ്യപാനം ദോഷാണ്, പക്ഷെ അതിനേക്കാൾ ദോഷാണ് പുകവലി. അങ്ങനെയാണ് അമ്മച്ചൻ അത് പറ്റിയത്. പക്ഷെ അമ്മച്ചൻ്റെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്താണെന്നറിയോ? ഇപ്പൊ എത്ര കൊല്ലം അമ്മച്ചൻ കിടപ്പിലായിട്ട്, ഫുള്ളി കിടപ്പിലായിട്ട്. ഞാൻ 8ാം ക്ലാസ് പഠിക്കുമ്പോൾ തൊട്ട് ഫുള്ള് കിടപ്പില്ല. അതിന്റെ മുന്നേ അമ്മച്ചൻ പാരലൈസ്ഡ് ആയത് 1993, അതായത് ഇപ്പൊ 32 വർഷമായി. ഇത്രയും വർഷം അമ്മച്ചൻ ഫുള്ള് കിടപ്പില്ല. പക്ഷെ അമ്മച്ചൻ ഒരു പോസിറ്റിവിറ്റി ഉണ്ട് അല്ലേ അമ്മച്ച? ഈ കിടന്ന കിടപ്പിൽ അമ്മച്ച എന്തൊക്കെ ചെയ്യും? ന്യൂസ് കേൾക്കും, ഭയങ്കര അല്ലേ അമ്മച്ച? അല്ലേ ഇങ്ങനെ ഫുള്ളി ഇങ്ങനെ ഭയങ്കര ഇങ്ങനെ കിടന്നു പോയി. അങ്ങനെ സങ്കടം ഉണ്ടാവും, ഒരുപാട് കാര്യം മിസ് ചെയ്യണ്ടാവും അല്ലേ? സങ്കടം ഉണ്ടാവും, പക്ഷെ അങ്ങനെ നിലവിളിച്ചിട്ട് കാര്യമില്ലല്ലോ. അക്സെപ്റ്റ് ദ ട്രൂത്ത് അല്ലേ? നമ്മൾ സത്യാവസ്ഥ മനസ്സിലാക്കാം. പിന്നെ അമ്മച്ച പണ്ട് ഭയങ്കര സംഭവമായിരുന്നു മക്കളെ അല്ലേ? അമ്മച്ച നാടകത്തിൽ അഭിനയിക്കുന്നു. പ്രത്യേകം എടുത്ത് പറയുന്നത് ശ്രദ്ധിക്കണം. നമ്മൾ അലസമായിട്ട് മദ്യപിക്കാനോ പുകവലിക്കാനോ പാടില്ല. ഈ ദോഷം മുഴുവൻ എനിക്ക് അനുഭവിക്കേണ്ടി വന്നത് ഈ അലസമായിട്ടുള്ള ജീവിതവും ശ്രദ്ധയില്ലാതെ ഭക്ഷണക്രമവും പുകവലിയും മദ്യമായിരുന്നു. പക്ഷെ അമ്മച്ചൻ ഏറ്റവും വലിയ ബ്ലെസ്സിങ് അമ്മമ്മയാണ് കേട്ടോ. കാരണം ഈ 32 വർഷം അല്ലേ അമ്മച്ചനെ നോക്കിയതായതാ അമ്മമ്മ. എന്നിട്ട് ഇപ്പോഴും അമ്മമ്മ എന്താ പറയാന്നറിയോ? അമ്മ വന്നാളോട് പറഞ്ഞതാ, അമ്മമ്മ മരിക്കുന്നതിന് ഒരു ദിവസം മുന്നേ അമ്മച്ചൻ മരിക്കണം എന്നാണ് അമ്മമ്മേന്റെ ആഗ്രഹം. അത് അമ്മച്ചനും അങ്ങനെയാണ് പറയാ. അമ്മമ്മേന്റെ ജീവൻ പോണതിന് മുമ്പ് അമ്മച്ചന്റെ ജീവൻ പോകണമെന്നാണ് അമ്മച്ചൻ എപ്പോഴും പറയാ. ലൈക്ക് 32 വർഷം എത്ര പേരങ്ങനെ നോക്കുമെന്ന് അറിയില്ല അല്ലേ? അപ്പൊ അതാണ് കാര്യം. അപ്പൊ അമ്മച്ചൻ അങ്ങനെയാണ് പറ്റിയത്. അതുകൊണ്ട് ആരും സിഗരറ്റ് വലിക്കുന്നതൊക്കെ അങ്ങോട്ട് ഒഴിവാക്കുക. ഓക്കെ, അങ്ങനെ. പക്ഷെ അമ്മച്ചൻ കൂളാണ് ഗൈസ്. കാരണം അമ്മച്ചൻ പണ്ട് നാടകത്തിൽ അഭിനയിച്ചിട്ടുണ്ട് അല്ലേ? ഫുട്ബോൾ പ്ലെയർ ആയിരുന്നു, ഗോള് വന്നതാണ്. അപ്പം അമ്മച്ചൻ അങ്ങനെയൊക്കെ ഭയങ്കര ഒരു ആർട്ടിസ്റ്റ് ആയിരുന്നു പണ്ട് അല്ലേ? ജില്ലയ്ക്ക് വേണ്ടി കളിച്ചിട്ടുണ്ട്.
വയനാട് ജില്ലയ്ക്ക് വേണ്ടിയിട്ട് ഫുട്ബോൾ കളിച്ചിട്ടുണ്ട്. പിന്നെ കുറെ മികച്ച ഹാസ്യ നടൻ അല്ലേ, ക്ലബുകൾക്ക് വേണ്ടി കളിച്ചിട്ടുണ്ട്. പിന്നെ മികച്ച ഹാസ്യ നടനുള്ള ഇത് കിട്ടിയിട്ടുണ്ട് അല്ലെ. നാടകത്തില് പുറിഞ്ചു IPS ആയിരുന്നു അമ്മച്ചന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ക്യാരക്ടർ അല്ലേ. ഇന്ന് ആ കഥാപാത്രത്തിന് പേര് പറഞ്ഞെങ്കിലേ എന്നെ അറിയുള്ളൂ. യെസ്, അങ്ങനെ പണ്ടത്തെ ഒരു താരമായിരുന്നു. ഒരു കാതൽ മല്ലനായിരുന്നു നിങ്ങള്. കള്ളനാണ് നിങ്ങൾ. പണ്ട് ലൈനൊക്കെ ഉണ്ടായിരുന്നു, എനിക്കറിയാം, പിന്നെ ഞാൻ പറയുന്നില്ല. അല്ല, നിങ്ങളെ പണ്ടത്തെ എക്സിന്റെ പേരിന്റെ കുട്ടിക്ക് ഇട്ടാലോ? പേര് പറയണ്ടോ, എല്ലാരും കേക്കൂ. ഇട്ടാലോ? പ്രേമ അത് കണ്ടാണ്ടല്ലോ എടുത്ത് കോരി എറിയും. നോക്കാൻ ഭാര്യ വേണം, എന്നിട്ട് എക്സിന്റെ പേരിന്റെ കുട്ടിക്ക് ഇട്ടോളാനാ. പക്ഷെ നല്ല പേരാണ് കേസ്, നല്ല ട്രെൻഡിങ് നെയിമാണ്. അതുകൊണ്ട് ഒരു കുഴപ്പമില്ല, ഇടാലേ. പെൺകുട്ടിയാണെങ്കിൽ ഇട്ടാലോ? പെൺകുട്ടിയാണെങ്കിൽ അത് ഇടാ അല്ലേ. കണ്ടോ, ആണുങ്ങളെ സ്വഭാവം നോക്കിയിട്ട് നോക്കാൻ എന്റെ അമ്മമ്മ വേണം. എന്നിട്ട് പേര് നിങ്ങളെ എക്സിന്റെ. അതാണ് ഗൈസ്, അങ്ങനെയാണ് അമ്മച്ചൻ. അമ്മമ്മക്ക് ഈ വീഡിയോ കാണിച്ചു കൊടുത്തിട്ട് ഇപ്പൊ വരാം കേട്ടോ. ഇപ്പൊ കൊടുക്കാം, ഇന്ന് വിളിക്കിട്ടോ. പ്രേമേ ഒന്നും ഇങ്ങോട്ട് വാന്ന് കേട്ടോ. ഇപ്പൊ വരും, ഇപ്പൊ കാണിച്ചു തരാം ഞാൻ. അങ്ങനെ അമ്മച്ചൻ്റെ നിന്നുള്ള കുറച്ച് നേരത്തെ കത്തിയടിക്ക് ശേഷം അടുക്കളയിൽ വന്ന് നോക്കുമ്പോൾ ഇവിടെ കാര്യമായിട്ടുള്ള കുക്കിംഗ് ആണ് കേട്ടോ. ഉണ്ണിയച്ഛൻ്റെ വകയാണ് ഇന്നത്തെ കുക്കിംഗ്. ഇന്ന് ഉണ്ണിയച്ഛൻ ബീഫ് കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇവിടെ മെയിൻ കുക്ക് ഉണ്ണിയച്ഛനും ഹെൽപ്പേഴ്സാണ് അമ്മയും അമ്മമ്മയൊക്കെ കേട്ടോ. അതിൻ്റെ ഇടയിൽ കൂടെ അമ്മമ്മ ചോറൊക്കെ കൊണ്ടുവന്ന് തുമ്പമ്മയോ കൊടുക്കണം. ഞാൻ പറഞ്ഞില്ലേ, ഈ ഒക്കെ കാര്യങ്ങൾ ഞാൻ അവിടെ നിന്ന് നോക്കാറേയില്ല, എല്ലാം അമ്മമ്മയാണ്. പക്ഷെ അമ്മമ്മേൻ്റെ കൈ കൊണ്ട് കഴിക്കാൻ ഭയങ്കര ഒരു ടേസ്റ്റാണ് കേട്ടോ. അപ്പം നമ്മൾ എത്ര കുഴച്ചാലും ആ ഒരു ടേസ്റ്റ് കിട്ടില്ല. അമ്മമ്മ പണ്ട് തൊട്ടിട്ടേ ഞങ്ങൾ വയനാട്ടിൽ പോയാലും അമ്മമ്മയെ വാരിത്തരിക. അതൊരു പ്രത്യേക ടേസ്റ്റാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കുറേ കറി കൂട്ടുക കുറേ അങ്ങനെയൊന്നും ചെയ്യൂല, പക്ഷെ അമ്മമ്മേനെ കൈ തൊട്ടാൽ തന്നെ അതിനൊരു ടേസ്റ്റാണ്. അപ്പോൾ അവർക്ക് കൊടുക്കണ കാണുമ്പോഴേക്ക് വല്ലാത്തൊരു കൊതി. അപ്പോൾ ഞാൻ എനിക്ക് തരാൻ പറഞ്ഞപ്പോൾ ഉണ്ടല്ലോ, മീൻ കുറച്ചോ എനിക്കൊരു ഡൗട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞതാ, അത് ഓർ കൊടുക്കുമ്പോൾ തോന മീൻ, എനിക്കും തോന മീൻ വേണമെന്നൊക്കെ പറഞ്ഞ് മീനൊക്കെ കൂട്ടി അമ്മമ്മ ഒരു ഉരുള തരികയാണ് കേട്ടോ എനിക്ക്. അപ്പോൾ തുമ്പി നോക്കി എന്തപ്പോൾ അമ്മയ്ക്ക് വാരി കൊടുക്കണമെന്നുള്ളത് നോക്കുകയാണ്. പക്ഷെ നല്ല ടേസ്റ്റാണ് ഗൈസ്. ഇതൊക്കെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യൂലേ. ഞാനൊക്കെ പണ്ട് വെക്കേഷൻ അങ്ങോട്ടേക്ക് ഓടിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ എൻ്റെ എന്താ പറയുക, എൻ്റെ സാമ്രാജ്യമാണത്. പിന്നെ അതിന് ശേഷം അച്ഛനും അമ്മയും കട്ടയും കല്യാണിയും ചെറുതും ഒക്കെ കൂടെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓരോടൊക്കെ വർത്താനം പറഞ്ഞ് ഉണ്ണിയച്ചനെ കാണിച്ചൊക്കെ ഉണ്ണിയച്ചൻ കാര്യമായിട്ടുള്ള കുക്കിങ്ങിലാണ് കേട്ടോ. ഹെയ്സൂനുണ്ടല്ലോ, ഇപ്പോൾ കാണാതെ എനിക്ക് ശരിക്കും പറഞ്ഞാൽ അതിനെ മണക്കാൻ പൂതിയായിട്ട് വയ്യ. ഇപ്പോൾ ഞങ്ങൾ വീട്ടിലെത്തുമ്പോഴത്തേക്കും അവളും വരും കേട്ടോ. ഞാൻ 4-ാം തീയതി പോകും, കല്യാണി 6-ാം തീയതി വരും. ഇത്രയും ദിവസം ഞങ്ങളെ വീട് അവിടെ ഉറങ്ങി കിടക്കുക, കാരണം കുട്ടികളാരും ഇല്ല, അവിടെ ഒച്ചപ്പാടും ബഹളവും ഒന്നുമില്ല. ഇനിയിപ്പോൾ ഞങ്ങൾ വന്നു കഴിഞ്ഞാൽ അവിടെ കലപ്പിലെ സൗണ്ട് തന്നെയായിരിക്കും ഉണ്ടാവുക. അങ്ങനെ അവിടെ നിന്ന് വർത്താനൊക്കെ പറഞ്ഞ് പിന്നെ അമ്മമ്മേൻ്റെ അടുത്തേ വന്ന് അമ്മച്ചൻ്റെ കാര്യം പറഞ്ഞു കൊടുക്കുക. അപ്പോൾ എന്തേലും പറഞ്ഞോട്ടെടി, നോക്കണമെങ്കിൽ പേടി പോവില്ലല്ലോ, ഇവിടെ നിന്ന് പറയുന്നല്ലേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് അമ്മമ്മ അവിടെ നിന്ന് തగ్గടിക്കുകയാണ്. അങ്ങനെ അമ്മമ്മ അല്ലുവിന് ഫുഡ് കൊടുക്കേണ്ട ഡ്യൂട്ടി അമ്മയ്ക്ക് കൈമാറിയിരിക്കുകയാണ്. കാരണം അല്ലൂട്ടിനടുത്ത് അമ്മമ്മേൻ്റെ ഒരു അടവും നടക്കുന്നില്ല. ഓക്കെ, അത് അമ്മമ്മ എൻ്റെ അമ്മമ്മ എന്നെ വേണം. അത് കഴിഞ്ഞ് തുമ്പമ്മയ്ക്ക് ഉറങ്ങണം എന്നാണ് വാശി പിടിക്കുന്നത് കാണുന്നത്. മരുന്ന് തേച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെ പിടിച്ചേക്കുക. പിന്നെ കുറച്ച് കൊഞ്ചലും കരച്ചിലും ഒക്കെ കൂടെ ഉണ്ട് കേട്ടോ. ഞങ്ങൾക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ അങ്ങനെയാണ്. അത് ഇവളെ ഡാഡീൻ്റെ സ്വഭാവമാണ്. തീരെ വയ്യാന്നുണ്ടെങ്കിൽ പിന്നെ ഓവർ കെയറിങ്, ഓവർ പാമ്പറിങ് ഒക്കെ ആഗ്രഹിക്കുന്ന മനുഷ്യനാണ് ഇത്. അപ്പോൾ വൈശാട്ടൻ വീഡിയോ കോൾ നിന്ന് ഭാഗ്യത്തിന് ഓഫായിരുന്നു കേട്ടോ. വല്ലപ്പോഴേ ഇങ്ങനെ എനിക്ക് കിട്ടലുള്ളൂ. അപ്പോൾ വിളിച്ചപ്പോൾ ഉണ്ണിയച്ചനൊക്കെ കാണിച്ചു കൊടുക്കുകയാണ് ഞാൻ. ഇപ്പോൾ വൈശാട്ടൻ പറയുന്ന ഡയലോഗ് ഉണ്ട് കേട്ടോ, നീ വീട്ടിൽ പോയതിനു ശേഷം എനിക്ക് കുറച്ച് സമാധാനം ഉണ്ടെന്ന്. കാരണം എനിക്കിങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ ഏട്ടനെ മിസ് ചെയ്യുമ്പോഴും ഇങ്ങനെയൊക്കെ ആകുമ്പോൾ ഞാൻ ഏട്ടൻ അങ്ങനെ ഇങ്ങനെ സ്വയം കൊടുത്തു, അയ്യോ എനിക്ക് വിളിച്ചിട്ട് കിട്ടുന്നില്ല, അങ്ങനെ ഏട്ടൻ ഡ്യൂട്ടിക്ക് പോയി കഴിഞ്ഞാൽ ഫോണൊന്നും അങ്ങനെ യൂസ് ചെയ്യാനൊന്നും പറ്റത്തില്ല. അപ്പോൾ ഞാൻ ഇങ്ങനെ അരിപ്പിക്കേ. ഇവിടെ എത്തിയതിനു ശേഷം ഞാൻ അങ്ങനെയൊന്നും അല്ല കേട്ടോ, എനിക്ക് സമയമില്ല, ഞാൻ അങ്ങനെ ഹാപ്പിയായിട്ട് നടക്കല്ലേ. അപ്പോൾ ഇങ്ങനെ ഏട്ടൻ പറയും, അവിടെ പോയതിനു ശേഷം എനിക്കൊരു ചെവിക്കൊരു സ്വൈര്യമുണ്ട്, ഒരു സമാധാനം ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് ദുഷ്ടൻ. പക്ഷേ എനിക്ക് ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ. കാരണം ഒന്നാമത് ഈ സമയം കൂടി ആകുമ്പോൾ നമുക്ക് ഇങ്ങനെ വിചാരിക്കുന്ന സമയത്ത് ഏട്ടനെ കിട്ടുന്നൊന്നുമില്ലെങ്കിൽ ഒരു സങ്കടം ഉണ്ടാവില്ലേ, അതാണ്. അപ്പോൾ ഏട്ടനാണെങ്കിൽ ഇപ്പോൾ ഭയങ്കര ബിസി, ന്യൂ ഇയറും അതും ഇതൊക്കെ ആയതുകൊണ്ടേ ഭയങ്കര ബിസി ആയിരുന്നു. അങ്ങനെ എല്ലാവരുടെ അടുത്തും വർത്താനൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരു ഓഫ് ആയതുകൊണ്ട് അങ്ങനെ കിട്ടണത് കേട്ടോ. ഇല്ലേ രാത്രി നട്ടാപാതിരയ്ക്കായിരിക്കും ഇതിനെ കിട്ടുക. അങ്ങനെ അപ്പോൾ ഇനിയായിട്ട് പക്ഷേ ഉണ്ടല്ലോ അവിടെ പോയി കഴിഞ്ഞാൽ ഇപ്പോൾ മക്കളായി കഴിഞ്ഞാൽ പക്ഷേ ഓരോ വയ്യാലുള്ള ഓട്ടത്തിൻ്റെ പുറത്താണ് ഞാനിങ്ങനെ എന്താ പറയുക, എനിക്കങ്ങനെ ഓവറായിട്ട് ഏട്ടനെ പണ്ടത്തെ പോലെ വെറുപ്പിക്കാൻ എനിക്ക് പറ്റാറില്ല. അതിലെനിക്ക് അതിയായ ദുഃഖമുണ്ട്. പിന്നെ ഏട്ടൻ ചില സമയം ഏട്ടൻ പറയും, സെൻറ്റി അടിച്ച് പറയും, പണ്ടത്തെ പോലെ ഒന്നുമല്ല, പണ്ടത്തെ ദൃശ്യം എന്തായിരുന്നു, ഒരു ദിവസം ഒരു 10-25 പ്രാവശ്യം വിളിക്കും, അതാക്കും ഇതാക്കും. ഇപ്പം ഏടെ സമയം ഈ അല്ലൂരി തുമ്പിൻ്റെ വയ്യാൻ നടന്നിട്ട് എവിടെയാകുമ്പോൾ അതിനോട് സമയം കിട്ടുക അമ്മമാരായി കഴിഞ്ഞാൽ മക്കളായി കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ തന്നെ ആണല്ലോ. പക്ഷേ ഏട്ടനാണെന്ന് മനസ്സിലായി, ഏട്ടൻ അങ്ങനെ ഇടയ്ക്കത് ഇടയ്ക്ക് ഏട്ടൻ പറയും, അതുകൊണ്ട് എന്താ നമ്മൾ തമ്മിൽ അടി ഉണ്ടാവുമെന്ന് കുറയുന്നറിയും. കാരണം പണ്ടാകുമ്പോൾ അങ്ങനെ വെറുപ്പിച്ച് അടി ഉണ്ടാവുമല്ലോ, ഇപ്പോൾ വെറുപ്പിക്കല്ല, അതുകൊണ്ട് അടിയില്ല. മക്കൾ ഭയങ്കര
ഭയങ്കര ഡാൻസിലാണ്. അത് കണ്ടിരിക്കുകയാണ് ഏട്ടൻ കേട്ടോ. ഓഫൻ എന്നൊക്കെയാണ് മക്കളങ്ങനെ എന്താ പറയുക സുഭിക്ഷമായി കാണാൻ പറ്റുകയെന്നറിയില്ലേ, ദതേക്കൂട്ടും. അങ്ങനെ പിന്നെ കുറച്ച് നേരം കൂടെ കൊലായിലൊക്കെ അങ്ങനെ ഇരുന്ന് ഞാൻ എന്നെ തന്നെ ഒന്ന് നോക്കാം കേട്ടോ. മൈ ഗോഡ്, എൻ്റെ കോലം എന്താണ്, എനിക്ക് എന്തോ ഇന്ന് എനിക്ക് വല്ലാത്തൊരു ശോകമടിച്ച ദിവസം എന്ന് പറയില്ലേ. കാരണം തിരിച്ചു പോകണമല്ലോ. തിരിച്ച് വീട്ടിലേക്ക് പോകണതിൽ എനിക്ക് സങ്കടം കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ലൈക്ക് എന്താ പറയുക, എനിക്ക് എൻ്റെ ഏട്ടൻ്റെ വീടാണെങ്കിലും ഞാൻ ഹാപ്പിയാണ് അവിടെ. കാരണം അച്ഛനും അമ്മയും കല്യാണിയും തുമ്പിയും ഹെയ്സും അല്ലും അച്ഛനും ഇളയമ്മയും എല്ലാവരും ഇല്ലേ. അപ്പോൾ എല്ലാവരും ഉള്ളതുകൊണ്ട് ഹാപ്പിയൊക്കെ തന്നെയാണ്. പക്ഷേ എന്നാലും നമ്മളെ വീട്ടിൽ നിന്ന് പോകുമ്പോൾ ഉണ്ടാകുന്നൊരു സങ്കടമല്ലേ, അത് വല്ലാത്തൊരു സങ്കടമല്ലേ. ഞാൻ സാധാരണ പണ്ടേ എൻ്റെ വീട്ടിൽ വന്ന് പോകുമ്പോഴേക്കും എനിക്ക് സങ്കടമൊക്കെ ആവരലുണ്ട് കേട്ടോ. പക്ഷേ ഇപ്പം എന്താ വെച്ചാൽ തിരിച്ച് അടുത്ത ആഴ്ച വരട്ടെ എന്ന് വിചാരിക്കാൻ ഇവിടെ ആരും ഉണ്ടാവില്ലല്ലോ. അതെനിക്കൊരു വല്ലാത്ത സങ്കടമായിരുന്നു. പിന്നെ താങ്കൾ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി നല്ല അടിപൊളി ബീഫ് കറി, പിന്നെന്താ മാന്ത പൊരിച്ചത്, തൈര്, കൂർക്കലിൻ്റെ ഉപ്പേരി എല്ലാം കൂടെ നല്ല അടിപൊളി ഫുഡായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഉണ്ണിയച്ഛൻ്റെ കുക്കിംഗ് എന്തായാലും അടിപൊളിയാണ്. അങ്ങനെ ഞാൻ ഭക്ഷണമൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നതാണ്. എല്ലാവരും കൂടെ ഭക്ഷണം കഴിച്ചു. അപ്പു വരാനായോ എന്ന് വിളിച്ച് ചോദിച്ചായിരുന്നു. അപ്പോൾ അവന് ഇനി കുറച്ചുകൂടെ പണിയുണ്ടോ, വന്നിട്ട് കഴിച്ചോളാം, ഞങ്ങൾ കഴിച്ചോ എന്നൊക്കെ പറഞ്ഞു കേട്ടോ. അങ്ങനെ നമ്മൾ ഫുഡ് കഴിച്ചാണ്. എനിക്ക് ശരിക്കും പറഞ്ഞാൽ നല്ല ഉറക്കം വരുന്നുണ്ട്. കാരണം തലേന്നത്തെ യാത്ര ഉണ്ടല്ലോ. അപ്പം വേറെ ക്ഷീണങ്ങളല്ല, പക്ഷെ എന്നാലൊന്നും എനിക്കെന്തൊരു ഉറക്കക്ഷീണം പോലെയായിരുന്നു ഒന്ന്. അങ്ങനെ ഇനിയിപ്പോൾ ഒന്ന് പോയി നന്നായി ഉറങ്ങണം എന്നുള്ള പ്ലാനിലാണ് ഞാൻ. അല്ലും തുമ്പിയും കൂടെ ലോക കണ്ട് പ്രാന്താവുമെന്ന് പറയില്ല, അതേ അവസ്ഥയിലാണ് കേട്ടോ. ആ ലോകയിൽ ഓളിങ്ങനെ നീലി കടിക്കുന്നതൊക്കെ കാണിച്ചു കൊടുക്കുകയാണ്. എന്താ ഈറ്റിങ്ങൾ വരുത്തി വെക്കുകയെന്ന് പറയാൻ പറ്റില്ല. അതുപോലെ എൻ്റെ കഴുത്തിന് പിടിക്കടി തുമ്പി, എൻ്റെ കഴുത്തിന് പിടിക്കടി എന്നൊക്കെയാണ് പറഞ്ഞു കൊടുക്കണേ കേട്ടോ. വേണു സാർ ഇങ്ങനെ വീഴും, അതാക്ക് ഇതാക്ക് എന്നൊക്കെ പറഞ്ഞു കൊടുക്കുക. തനി ലോകഭ്രാന്തന്മാരാണ്. നീലി, ചാത്തൻ, വേണു എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നടക്കണതാണ്. ഞാൻ ഇത്രയ്ക്കും ഡീറ്റെയിൽ ആയിട്ട് ലോകം ഇതുവരെ കണ്ടില്ല. ഇവർ പറയുന്നതിലൂടെയാണ് അതിൽ ഓരോ ക്യാരക്ടേഴ്സും ഓർമ്മ വരും എനിക്ക് തന്നെ. ഇനി ഇവരെ രണ്ടുപേരും ഓർക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ടാസ്ക് കേട്ടോ. അങ്ങനെ ഞാൻ ഇവരെ ഉറക്കി ഞാനും നല്ലൊരു ഉറങ്ങി എണീറ്റ് വന്ന് നോക്കും അമ്മമ്മ അവിടെ കാര്യമായിട്ട് ചെമ്മീൻ നന്നാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ രാത്രിക്കത്തേക്ക് ചെമ്മീൻ റോസ്റ്റാണ് കേട്ടോ. ചെമ്മീൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, നല്ല ഇഷ്ടമാണ്. പിന്നെ ഞാൻ തുമ്പമ്മ ഉറങ്ങുന്നിടത്ത് പോയി നോക്കുമ്പോൾ ഇതാ കാര്യമായിട്ട് ഉറങ്ങുന്നുണ്ട്. കുട്ടി കയ്യിലെ ടാഗ് ഇട്ടാണ്, നിങ്ങൾ ബേബി മെമ്മോറിയലിലാണ് മറ്റേ ടാഗാണ്, ഡോക്ടർ കൊടുത്ത വാച്ചാണെന്ന് പറഞ്ഞിട്ട് കുട്ടി ഊരാനേ സമ്മതിക്കില്ല. ഇത് ഊരി കഴിഞ്ഞിട്ട് അവൾ കച്ചറുണ്ടാക്കുകയും ചെയ്യും. അങ്ങനെ താഴെ പോയി പിന്നെ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇരുന്ന് ചിപ്സും പിന്നെന്താണ് ഉണ്ണിയച്ഛൻ്റെ സിസ്റ്ററില്ലേ ഉഷാൻ്റെ ഉണ്ടാക്കിയിട്ടുള്ള ഉണ്ണിയപ്പവും കേക്കും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അപ്പവും വന്നിട്ടുണ്ടായിരുന്നു. ഓൻ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഇരിക്കുകയായിരുന്നു, താഴെ കിടക്കുകയായിരുന്നു എന്ന് തോന്നുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ ചായയൊക്കെ കുടിച്ച് അങ്ങനെ ഇരിക്കുകയാണ്. അല്ലുട്ടനും ഇങ്ങനെ കളിച്ചിരിക്കുന്നുണ്ട്. പക്ഷേ ഇന്ന് പോണ കഥയൊന്നും മൂപ്പർക്ക് അറിയില്ല. അറിഞ്ഞു കഴിഞ്ഞാൽ മൂപ്പർ എല്ലാ കിളിയും പാറുമെന്ന് എനിക്കറിയാം. ചുണ്ടിൽ തട്ടാതെ എങ്ങനെ ഫുഡ് കഴിക്കാം എന്നാണ് തുമ്പി നമുക്ക് കാണിച്ചു തരുന്നത് കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ സ്മിതേച്ച് ഇതാ പണിയും കഴിഞ്ഞ് പോകുമ്പോൾ ഇവിടെ കയറിയിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഞങ്ങൾ പോയാൽ എപ്പോഴാണ് കാണാമെന്ന് പറഞ്ഞിട്ടാണ് കയറിയത്. അമ്മച്ചനെയും അമ്മമ്മേനോടൊക്കെ യാത്ര പറഞ്ഞിട്ട് പോകാൻ കേട്ടോ. ഇവിടെ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് ഇതൊക്കെ തന്നെയാണ്. അയൽവാസികൾ എല്ലാവരും നല്ല ആൾക്കാരാണ്. അപ്പം അവരൊക്കെ ഒരുപാട് മിസ് ചെയ്യും. പിന്നെ അതാ ഞാൻ എൻ്റെ റൂമിലേക്ക് കയറി എനിക്ക് കൊണ്ടുപോകാനുള്ളതൊക്കെ എടുത്ത് വെക്കണം. ഇനിയിപ്പോൾ സമയമില്ലല്ലോ, ഇന്ന് രാത്രി തന്നെ പോകാമെന്നാണ് വിചാരിക്കുന്നത്. ബിക്കോസ് നാളെ അതായത് 4-ാം തീയതി അമ്മമ്മേനെയും അമ്മച്ചനെയും കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് വയനാട്ടിലേക്ക് പോകണം. എല്ലാവരും കൂടെ കുത്തിച്ചീരി കാറിൽ പോലും നടക്കില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്കാണെങ്കിൽ കുറേ ഐറ്റംസ് അങ്ങോട്ട് കൊണ്ടുപോകാണ്ട്, ഇങ്ങോട്ട് കൊണ്ടുപോകുന്നൊക്കെ അങ്ങോട്ട് കൊണ്ടുപോകാൻ വേണ്ടേ. അപ്പോൾ ഇതൊക്കെ കൂടെ ഡിക്കിയിൽ വെച്ച് കൊണ്ടുപോകുമ്പോൾ ബുദ്ധിമുട്ടാവില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഞാൻ ഇന്ന് നൈറ്റ് തന്നെ പോയിക്കോളാം എന്ന് പറഞ്ഞു. എന്നിട്ട് ഇവർ നാളെ നേരെ വയനാട്ടിലേക്ക് പോയിക്കോട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ പാക്ക് ചെയ്യാണ് ഗൈസ്. ഓ മൈ ഗോഡ്, ഇപ്പം എനിക്ക് ഭയങ്കര സങ്കടം തോന്നിയിട്ടുണ്ട് കേട്ടോ. പക്ഷേ എന്താ വെച്ചാൽ ഇനിയിപ്പോൾ ഇങ്ങനെ അല്ലെങ്കിൽ കൂടി ഇപ്പം അമ്മ അവിടെ ഉണ്ടെങ്കിൽ കൂടിയും ഈ സമയമാകുമ്പോൾ ഞാൻ എന്തായാലും പോവും. ബിക്കോസ് അല്ലുവിന് ക്ലാസ് തുടങ്ങിയിട്ടും കുറേ ആയില്ലേ. അങ്ങനെ ഞാൻ പോവാനുള്ള എല്ലാം തെത്രപ്പാടിലാണ്. എല്ലാം കുറേ എന്തൊക്കെയോ ആടെ ഇവിടെയൊക്കെയാണ്, എല്ലാം എടുത്ത് വെക്കണം. ഒറ്റയ്ക്ക് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അമ്മയും കൂടെ വന്നു കേട്ടോ. പിന്നെ എല്ലാം ഞാൻ മടക്കി തന്നെ കവറിൽ വെച്ചത്. ബിക്കോസ് ഇനി ഇതൊക്കെ അവിടെ പോയി അവിടെ അറേഞ്ച് ചെയ്യേണ്ടത്. അത് ആലോചിക്കുമ്പോൾ തന്നെ എനിക്ക് തല ഇറങ്ങും. ഒരു 4 ദിവസം വിട്ട് നിന്നാൽ പോലും നമ്മൾ റൂമൊന്ന് ക്ലീൻ ചെയ്യാനുണ്ടാവുമല്ലോ. അപ്പോൾ ഇപ്പോൾ ഇത്രയും ദിവസമായില്ലേ, ഇനിയിപ്പോൾ റൂമൊക്കെ പോയി ഞാൻ ക്ലീൻ ചെയ്തിട്ടൊക്കെ അവിടെ കിടക്കുന്ന കാര്യം ആലോചിക്കുമ്പോൾ തന്നെ തല കറങ്ങുന്നത്. രാത്രിയല്ലേ പോകുന്നതും. അപ്പോൾ എനിക്ക് ഓൾറെഡി നല്ല ക്ഷീണമുണ്ട്. എന്തായാലും അവിടെ പോയി നോക്കാം, എന്നിട്ട് അറിയാം. ഓക്കെ, അപ്പം ഞങ്ങളെ ഫ്രെയിമൊക്കെ അവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ അമ്മ എടുത്ത് നോക്കുകയാണേ. ഇടയ്ക്ക് ഞാനിങ്ങനെ ഫ്രെയിം ചെയ്ത് വെക്കുന്ന കാര്യത്തിൽ എനിക്ക് പണ്ടൊട്ടേ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ എൻ്റെ കുറേ ഫ്രെയിംസും അച്ഛൻ്റെ കൂടെയുള്ള പിക്സും അതും ഇതൊക്കെ കുറേ ഫ്രെയിംസ് ഉണ്ട് കേട്ടോ അവിടെ. അപ്പോൾ അതൊക്കെ ഞാനിങ്ങനെ നോക്കുകയാണ്. പിന്നെ പ്രൊമോഷൻ വന്നിട്ടുള്ള സാധനങ്ങളുണ്ടായിരുന്നു, ചിലതൊക്കെ ഇനി പെൻഡിങ് പ്രൊമോഷൻസ് ആണ്. അപ്പോൾ അതൊക്കെ ചെയ്യാനുണ്ട്. എല്ലാം എടുത്ത് കെട്ടിപ്പെറുക്കി അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു, അതുപോലെ കെട്ടിപ്പെറുക്കി ഇങ്ങോട്ടേക്കും വരുന്നുണ്ട്. പിന്നെ എൻ്റെ സ്റ്റാൻഡ് ഞാൻ നടക്കത്താലെ കൊണ്ടു നടക്കുന്നതാണ്. നമ്മൾ ഇപ്പോൾ വീഡിയോസ് എടുക്കുന്നവർക്ക് അറിയാൻ പറ്റും, സ്റ്റാൻഡൊന്നും ഇല്ലാതെ ഇങ്ങോട്ട് പോകാൻ പറ്റില്ല. അപ്പം സ്റ്റാൻഡും എല്ലാം ഒന്നീന്നെല്ലാം അഴിച്ചെടുത്ത് എല്ലാം മടക്കി ഒതുക്കി വെക്കണം.
അപ്പോൾ അതൊക്കെയാണ് മെയിൻ പണികൾ. അതിൻ്റെ ഇടയ്ക്ക് തുമ്മമ്മ ഒരു സർപ്രൈസ് കൊണ്ടുവന്നതാണ് ഗൈസ് ഇത്. അമ്മയ്ക്കൊരു പപ്പൈസ് ഉണ്ട് എന്ന് പറഞ്ഞ് കൊണ്ടുവന്നതാണ്. എൻ്റെ കല്യാണത്തിൻ്റെ ഫോട്ടോ ആണ് കേട്ടോ. താലി കെട്ടുന്ന സമയത്ത് കണ്ടോ, ഞാൻ പോസ് ചെയ്യാൻ മറന്നിട്ടില്ല ഗൈസ്. പിന്നെ തുമ്പമ്മേൻ്റെ മുറിവ് ഓള് മറന്നാലും ഞാൻ മറക്കില്ല എന്നല്ല, ഇടയ്ക്കിടയ്ക്ക് ഞാൻ നോക്കൂട്ടോ. ഉണങ്ങി എൻ്റെ സമയം വേണമെന്ന് എനിക്കറിയാം, എന്നാലും എൻ്റെ ടെൻഷൻ കൊണ്ട് നോക്കണാണേ. പിന്നെ നിങ്ങളെല്ലാവരും എൻ്റെ റൂം ടൂർ ചോദിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ അതിനൊന്നും പറ്റിയൊരു മാനസികാവസ്ഥ ആയിരുന്നില്ല ഇന്ന്. പക്ഷേ നിങ്ങളെല്ലാവരും അങ്ങനെ ചോദിച്ചുകൊണ്ട് എനിക്ക് ചെയ്യാണ്ടിരിക്കാനും പറ്റിയില്ല. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ. ഈ റൂം എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരുപാട് സങ്കടവും സന്തോഷവും എൻ്റെ എല്ലാ എക്സൈറ്റ്മെൻറ്റും എൻ്റെ എല്ലാ ഡിപ്രഷൻസും കണ്ടിട്ടുള്ള ഒരു റൂമാണ്. ആക്ച്വലി ഞാൻ എൻ്റെ കല്യാണം കഴിയുന്ന സമയത്ത് ഈ വീട്ടിൽ 3 റൂമേ ഉണ്ടായിരുന്നത്. താഴെയാണ് ഒന്ന് അച്ഛൻ്റെ അമ്മേൻ്റെ റൂമൊന്നും അച്ഛൻ്റെ റൂമൊന്നും അപ്പൂൻ്റെ റൂമായിരുന്നു കേട്ടോ. അപ്പൂ ഞാനും കൂടെ ഉള്ള റൂമായിരുന്നു. പക്ഷേ ഞാൻ ഹോസ്റ്റലിൽ പോയതിനു ശേഷം ഓനായിരുന്നു യൂസ് ചെയ്യുക. അപ്പോൾ എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് എനിക്കൊരു റൂം വേണ്ടതെന്ന് പറഞ്ഞിട്ട് അമ്മയുടെ സ്വന്തം ഇഷ്ടത്തിന് അമ്മ പ്ലാൻ കൊടുത്ത് അമ്മ തന്നെ പണി കഴിപ്പിച്ച റൂമാണ് കേട്ടോ അത്. സോ ഈ ക്രെഡിറ്റ് ഫുള്ള് ഞാൻ മമ്മിക്ക് കൊടുക്കുന്നു. പക്ഷേ അച്ഛനോട് ചോദിച്ചപ്പം അച്ഛനാണ് പറഞ്ഞത് ഇപ്പം ഇത്രയും ഒരു റൂം ഉണ്ടാക്കണമെന്ന് ചോദിച്ചപ്പോൾ എന്നുവെച്ചാൽ കല്യാണത്തിന് ചിലവും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടല്ലോ. അപ്പം അത് അച്ഛന് ഇപ്പം ഇതിലേക്കൊരു പൈസ ഇങ്ങോട്ട് ഇറക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയിരുന്നു. അതുകൊണ്ട് അമ്മയുടെ വീട്ടിൽ നിന്നുള്ള ഹെൽപ്പും ഒക്കെ കൂടെ കൊണ്ടുണ്ടാക്കിയ ഒരു റൂമാണ്. പക്ഷേ ഈ റൂം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എന്തായാലും ഇനി ഫ്യൂച്ചറിൽ വീട് ഉണ്ടാക്കുമ്പോൾ ഇത്രയൊരു സ്പേഷ്യസ് ആയിട്ടുള്ള റൂം വേണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് കേട്ടോ. കാരണം ഇത് ഭയങ്കര വലിയ റൂമാണ്. പിന്നെ നമുക്ക് എന്താ പറയുക, 2 കട്ടിൽ വേണമെങ്കിൽ അങ്ങനെ ഇട്ടിട്ട് കിടക്കാം, അത്രയും സ്പേഷ്യസ് ആണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാൻ ഒരുപാട് മിസ് ചെയ്യും ഇവിടെ. കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ കുറേ ഒന്നും നിന്നിട്ടില്ലെങ്കിൽ എൻ്റെ 2 പ്രഗ്നൻസി, എൻ്റെ ഡെലിവറി, ആഫ്റ്റർ ഡെലിവറി ഞാൻ കുഞ്ഞിനെയും കൊണ്ട് നിന്ന സ്ഥലം, പിന്നെ എൻ്റെ അച്ഛൻ അല്ലുവിനെ ഏറ്റവും കൂടുതൽ അല്ലുവിനെ പ്രസവിച്ച് കിടക്കുന്ന സമയം അച്ഛൻ്റെ കുറേ ഓർമ്മകൾ, പിന്നെ അച്ഛൻ മരിച്ചതിന് ശേഷമാണെങ്കിൽ ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്ത റൂം എല്ലാം ഇതാണ്. സോ എൻ്റെ ഒരുപാട് ഇമോഷൻസ് കണ്ടിട്ടുള്ള റൂമാണ്. സോ ഞാൻ ഒരുപാട് മിസ് ചെയ്യും. അങ്ങനെ എല്ലാം കൂടെ വലിച്ച് വാരി എടുത്ത് പോവാണ് ഗൈസ്. എല്ലാം പുറത്തേക്ക് എടുത്ത് വെക്കാണ് കേട്ടോ ലഗേജൊക്കെ. അപ്പോൾ ഇതാണ് എൻ്റെ റൂം. ഇതിൽ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ ഒന്നും കാണാനില്ല, കുറേ സ്പേസ് ഉണ്ട് അതന്നെ. പിന്നെ ഒരു എന്തോ ഒരു ഫീലാണ് ഇപ്പോൾ കലയിലുമ്പോൾ വീട്ടിൽ നമ്മുടെ റൂം എന്ന് പറയുമ്പോൾ വല്ലാത്തൊരു ഫീൽ തന്നെയാണല്ലോ അല്ലേ. അങ്ങനെ എല്ലാം എടുത്തിട്ട് ഞാൻ പോട്ടെ. ഇനിയിപ്പോൾ എപ്പോഴാണ് അങ്ങോട്ട് വരിക എന്നറിയില്ല. ഓക്കെ, എൻ്റെ വയറ് കണ്ടിട്ട് കുറേ പേര് എത്ര മാസമായി എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. എനിക്കുണ്ടല്ലോ, നിങ്ങൾ കുറച്ച് കഴിയുമ്പോൾ മനസ്സിലാവും. എൻ്റെ മുന്നത്തെ പ്രഗ്നൻസീൻ്റെ വീഡിയോസോ ഫോട്ടോസൊക്കെ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. വലിയ വയറാണ് എല്ലാത്തിനും. 2 പ്രഗ്നൻസിയിലും വലിയ വയറായിരുന്നു. അതുകൊണ്ട് ഇത്തവണയും വലിയ മാറ്റങ്ങളൊന്നും പ്രതീക്ഷിക്കേണ്ട. 5ാം മാസം തുടക്കമാണെങ്കിലും എനിക്ക് അത്യാവശ്യം വയറുണ്ട് ഗൈസ്. പിന്നെ അതുകൊണ്ടാണ് ഞാനിങ്ങനെ സിസേറിയൻ വുണ്ടിൻ്റെ കാര്യം എടുത്തെടുത്ത് പറയുന്നത്. കാരണം ഓൾറെഡി ആ സ്റ്റിച്ചിൻ്റെ അവിടെ ഉള്ളതുകൊണ്ട് അത് വലിയോ എന്നുള്ളൊരു പേടി ഭയങ്കരമായിട്ട് എനിക്കുണ്ട് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ എന്തായാലും എനിക്കിപ്പോൾ ഉണ്ടല്ലോ കുറച്ച് സംസാരിക്കുമ്പോൾ ഒക്കെ വല്ലാത്ത കിതപ്പാണ് കേട്ടോ. ചിലപ്പോൾ നിങ്ങൾക്കത് ഫീൽ ചെയ്യുന്നുണ്ടാവും. ഞാൻ എൻ്റെ പെട്ടിയും അതിനെന്താ പറയില്ലേ, ചട്ടിയും വട്ടിയൊക്കെ എടുത്ത് പോവാന്ന് പറയുന്ന പോലെ എൻ്റെ സ്റ്റാൻഡൊക്കെ എടുത്തിട്ട് പോവാണ്. ഒക്കെ ഇവിടെ കൊണ്ട് വെച്ചിട്ടുള്ളൂ. സ്റ്റെപ്പ് ഇറങ്ങുമ്പോൾ ഞാൻ എടുക്കേണ്ട വെച്ചു. അമ്മ എടുത്തോളാന്ന് പറഞ്ഞു. അമ്മ താഴെ ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കുന്ന തിരക്കിലാട്ടോ, അതുകൊണ്ടാണ് ഇവിടെ കാണാത്തത്. ഇനിയിപ്പോൾ ഞാൻ താഴെ പോയി ഫുഡ് കഴിച്ചിട്ട് മക്കളെയും കൊണ്ട് പോകണം. അല്ലൂട്ടൻ ഇപ്പോഴേ തുടങ്ങിയിട്ടുണ്ടാവും വരില്ല അമ്മേ, ഞാൻ ഇങ്ങോട്ട് തന്നെ വരട്ടെ, നാളെ അമ്മമ്മേനെയും അമ്മച്ചനെയും കൊണ്ടാക്കുമ്പം ഞാൻ അവിടെ ഇറങ്ങിക്കോളാം, തുമ്പിനെയും കൊണ്ട് പൊക്കോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ അമ്മച്ചൻ ഇങ്ങനെ എന്തോ ആലോചിച്ച് ഇങ്ങനെ കിടക്കുമ്പോൾ ഞാൻ പോയി നോക്കുകയാണ്, എന്താ അമ്മച്ചൻ എന്താ ഇങ്ങനെ ആലോചിച്ചിരിക്കുന്നത്. അപ്പോഴത്തേക്ക് അമ്മച്ചൻ കുറച്ച് സെൻഡ് ചെയ്യും ഗൈസ്. അമ്മച്ചനും ഭയങ്കര സങ്കടം. നമ്മൾ ഇത്രയും ദിവസം നിന്ന് മക്കളൊക്കെ പിരിഞ്ഞ് പോകാറുമ്പോൾ ഒരു സങ്കടമല്ലേ. തുമ്പമ്മ ഇപ്പം നമ്മൾ പോവുകയാണെന്ന് കേട്ടപ്പോൾ ആകെ ഒരു സങ്കടം. അല്ലൂസ് ഇതാ സങ്കടപ്പെട്ട് നിൽക്കുന്നു. എല്ലാവരും ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആകെ ഒരു വിഷമഘട്ടത്തിലാണ്. അമ്മമ്മ വേഗത എനിക്ക് ഫുഡൊക്കെ എടുത്തിരുന്നുണ്ട്. ഞാൻ ഇൻസുലിനൊക്കെ വെച്ചു ഫുഡ് കഴിക്കാൻ പോകാം. ഉണ്ണിയച്ചനും തുമ്പിയും കണ്ണാടി നോക്കി കാര്യമായിട്ട് എന്തോ പറിച്ചില്ലാണ് കേട്ടോ. തുമ്പിക്ക് പിന്നെ കുറച്ച് കൊഞ്ചൽ കൂടുതലാണ് ഗൈസ്. അല്ലുട്ടൻ സന്തോഷം കാണിക്കുന്നത് എന്താ അറിയോ, ഞാൻ അവനോട് പറഞ്ഞാൽ ഓക്കെ നീ തിരിച്ചു പോന്നോ, നാളെ ഇവർ വയനാട്ടിലേക്ക് പോകുമ്പോൾ അവിടെ ഇറങ്ങണം കേട്ടോ, ക്ലാസ്സിൽ പോകണമെന്ന് പറഞ്ഞതാണ് കേട്ടോ. അങ്ങനെ ഞാൻ പിന്നെയും മുകളിലേക്ക് വന്നു. ഇനി എന്താ പറയുക, ഞാൻ റൂം നമ്മളെന്താ പറയുക, ഈ ബിഗ് ബോസിലൊക്കെ ലൈറ്റ് ഓഫ് ചെയ്തിട്ട് വാതിലടയ്ക്കില്ലേ, ഇതേ കൂട്ട് ഞാൻ റൂമൊക്കെ ഒന്നുകൂടെ കണ്ട് ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് ഞാനിതാ പോവാണ് ഗൈസ്. പിന്നെ ഇതാ നമ്മൾ പുറത്ത് കൊണ്ട് വെച്ചിട്ടുള്ള ലഗേജില്ലേ, അതൊക്കെ താഴേക്ക് ഇറക്കാണ് കേട്ടോ. അമ്മയും കൂടെ ഇറക്കണ്ട്, ഞാനും ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പം എല്ലാ സാധനങ്ങളും കൂടെ താഴേക്ക് ഇറക്കുകയാണ്. അല്ലുട്ടൻ അത് പിടിക്കാൻ പറ്റാത്ത സങ്കടത്തിലാണ്. അപ്പോൾ ഒരു കവർ ഞാൻ അമ്മമ്മയെ കൊടുക്കുമ്പോൾ വേഗം കൈയിട്ട് വാരി പിടിച്ചിട്ടോ, ഞാൻ പിടിക്കാം തോന്നി ഹെൽപ്പ് ചെയ്യാൻ വല്ലാത്തൊരു തൊരയാണ് ഗൈസ്. അങ്ങനെ നമ്മൾ പോട്ടെ ഇറങ്ങായി. സമയം ഞങ്ങളൊരു 7:30 ഒക്കെ ആകുമ്പോൾ പോകണമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ 8:30 അല്ല 9 മണിയൊക്കെ ആയപ്പോഴാണ് ഇറങ്ങുന്നത്. ഇനി ഇതൊക്കെ കാറിലേക്ക് കയറ്റണം. കുറച്ച് അത്യാവശ്യം സാധനം ഉണ്ട്. ഞങ്ങൾ കൊണ്ടുവന്ന സാധനങ്ങൾ തന്നെ വേറെ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അതൊക്കെ ഇനി കാറിലേക്ക് കയറ്റിയിട്ട് അപ്പുവാണ് കൊണ്ടാക്കി തരുന്നത്. അപ്പോൾ ഞങ്ങൾ പോകാൻ നിൽക്കുകയാണേ. പോവുകയാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും വല്ലാത്തൊരു നീറലാണ് കേട്ടോ ഉള്ളിൽ. എന്തായാലും ഉണ്ടാവുമല്ലോ. അപ്പോൾ എന്താ പറയുക, ഞാൻ ആദ്യം അങ്ങനെ തന്നെ കേട്ടോ. ഇവിടുന്ന് വീട്ടിൽ വന്നിട്ട് ഹോസ്റ്റലിലേക്ക് പോവുകയാണെങ്കിൽ ഞാൻ സങ്കടം പിടിച്ചുകൊണ്ടാണ് പോവാറ്. പിന്നെ ഹോസ്റ്റലിൽ നമുക്ക് ഇഷ്ടമായിട്ടല്ല, പക്ഷെ എന്നാലും ഹോസ്റ്റലിലേക്ക് പോകുന്ന സമയത്തേക്ക് വല്ലാത്തൊരു സങ്കടമായിരിക്കും. കുറച്ച് ദിവസം ഇവിടെ നിന്ന് പോകുമ്പോഴത്തേക്കും അതുപോലെ തന്നെയായിരുന്നു കല്യാണം കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വീട്ടിലേക്ക് വന്ന് തിരിച്ചു പോകുമ്പോൾ വല്ലാത്തൊരു സങ്കടമാണ്. പക്ഷെ അത് എനിക്കിവിടെ സന്തോഷമില്ലാണ്ടല്ല. പക്ഷെ എന്നാലും നമ്മളെ വീട് അതൊക്കെ പറയുമ്പോൾ വല്ലാത്തൊരു നൊസ്റ്റുവാണ് അല്ലേ.
എന്തായാലും ഞാൻ ഒരുപാട് മിസ് ചെയ്യും. പ്രത്യേകിച്ച് ഈ 10 ഡേയ്സ് അങ്ങനെ ആയിരുന്നല്ലോ, നല്ല ഹാപ്പി ആയിട്ട്, എന്താ പറയുക, എന്തോ ഒരു പ്രത്യേക ഫീല്. വല്ലാണ്ട് ആ ഒരു 10 ദിവസം നന്നായി എൻജോയ് ചെയ്തിട്ടുണ്ട്. അതൊരു സന്തോഷം എന്തായാലും ഉണ്ട്. പിന്നെ നമുക്ക് അത്യാവശ്യം ദൂരം ഉണ്ടല്ലോ, അപ്പോൾ അമ്മേൻ്റെ അടുത്ത് പോകണമെങ്കിലും അമ്മമ്മേൻ്റെ അമ്മച്ചൻ്റെ അടുത്ത് പോകണമെങ്കിലും കുറച്ച് ദൂരമുണ്ട്. ഈ സമയത്ത് എനിക്കിനിപ്പോൾ ട്രാവൽ കാര്യങ്ങളൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അതാണ് ആകെ ഒരു ടെൻഷൻ ഉള്ളത്. പക്ഷേ ഡെലിവറിയുടെ സമയമൊക്കെ ആകുമ്പോൾ അവരെല്ലാവരും വരും, അതൊരു സന്തോഷമാണ്. എന്നാലും ഞാൻ മിസ് ചെയ്യും ഗൈസ്. പിന്നെ എൻ്റെ സ്വഭാവം വെച്ചിട്ട് എനിക്ക് നിങ്ങളോട് പറയണമെന്നുണ്ട്, എനിക്ക് സങ്കടമൊന്നുമില്ല, എന്നാലും ചെറിയ ഒരു വിഷമം എന്ന് പറയണമെന്നുണ്ട്. പക്ഷേ അങ്ങനെയല്ല കേട്ടോ, എനിക്ക് ചെറിയ വിഷമമല്ല, നല്ല വിഷമമുണ്ട് എന്ന്. പിന്നെ ഇപ്പോഴാണ് ഞങ്ങൾ അറിയുന്നത് അല്ലൂട്ടൻ്റെ ചെരുപ്പ് കാണുന്നില്ല. ആ ചെരുപ്പ് എന്തായാലും സ്കൂളിലേക്ക് ബ്ലാക്ക് ആ ചപ്പലേ ഇടാൻ പറ്റത്തുള്ളൂ. അത് തപ്പി 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 മനുഷ്യൻ്റെ ഒരുപാട് തകർന്നു. അപ്പോഴാണ് ഞങ്ങൾ ആ നഗ്നസത്യം മനസ്സിലാക്കിയത്. കഴിഞ്ഞ സാരിയുടെ അടുത്ത് പോകുന്ന സമയത്തേ വണ്ടിയിൽ ഊരി വെച്ചിട്ടുണ്ട്. ആ വണ്ടി ഞങ്ങളെ അതായത് വൈശാട്ടിൻ്റെ അമ്മായിൻ്റെ മോൻ്റെതാണ്. അപ്പോൾ അതിലാണ് ട്രാവൽ ചെയ്യാൻ സുഖം എന്ന് പറഞ്ഞിട്ട് അതാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിലാണ് ഇവൻ്റെ ചെരുപ്പുള്ളത്. ഇനിയിപ്പോൾ അതെങ്ങനെ കിട്ടും? പുതിയ ചെരുപ്പ് ഞാൻ കൊടുക്കേണ്ടി വരും. ഇവൻ ഇങ്ങനെ തന്നെയാണ് ഗൈസിക്ക്, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പണി തരും. ഇങ്ങനെ സാധനങ്ങളൊക്കെ കൂടെ കെട്ടിപ്പറക്കി. ഇവരൊരു ഊഞ്ഞാലുണ്ടായിരുന്നു, അതൊക്കെ അവരെടുത്ത് കയ്യിൽ വെച്ചിട്ട് ഇനി പേടെ ഊഞ്ഞാൽ കെട്ടി കൊടുക്കേണ്ടതെന്ന് ഞാൻ ആലോചിക്കുന്നത്. പിന്നെ ഇതാ അമ്മച്ചനടുത്ത് പോയിട്ട് ടാറ്റാ ബേബിയെ പറയുന്ന രംഗമാണ് നിങ്ങൾ കാണുന്നത്. അയ്യോ ഒരു ഉമ്മ കൊടുക്ക്. നല്ല ബുദ്ധിയാണ്. ഞങ്ങൾ ഇടയ്ക്ക് വയനാട്ടിൽ വരാ പറയും. മുട്ടായിക്ക് പൈസ അമ്മച്ചിന്റെ കുട്ടിയാണ്, എന്തെങ്കിലും കൊടുക്കുന്നു. മുട്ടായി വാങ്ങാൻ പൈസ കിട്ടുന്ന കേട്ടപ്പോഴത്തേക്കും കുട്ടിക്ക് പിന്നെ ആക്ഷൻസൊക്കെ കുറച്ച് കൂടിയിട്ടോ, കുറച്ച് സ്റ്റൈലാക്കലൊക്കെ കൂടുതലാണ്. ഇത്തരം അവളുടെ കളികളെല്ലാം കാണുമ്പം അമ്മച്ചനും അമ്മമ്മയും വാ തോരാതെ പറയാറ് ഇത് നിൻ്റെ പകർപ്പ് തന്നെയാണ് എന്നാണ് കേട്ടോ. കാരണം ഞാൻ പണ്ടിങ്ങനെയായിരുന്നു അത്രേ. ഇപ്പം എന്താ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, പൈസ കിട്ടാൻ വേണ്ടി എല്ലാവരും കാല് തൊട്ട് നെറൂല് വെക്കുകയാണ് കേട്ടോ. അതായത് നമ്മൾ വിഷുവിനൊക്കെ കണി പൈസ കണി കൊടുക്കുമല്ലോ, കണിയല്ല കൈനീട്ടല്ലേ, ആ കൈനീട്ടം കൊടുക്കുമല്ലോ. അപ്പോൾ നമ്മൾ കാലിട്ട് എറിലൊക്കെല്ലോ, അതുപോലെ 2 പേരുടെ കാല് തൊട്ട് മാറി മാറി നെറൂല് വെച്ചിരിക്കുകയാണ് പൈസ കിട്ടുന്ന വെച്ചിട്ട്. അപ്പം അമ്മച്ചൻ്റെ സ്വകാര്യ സമ്പാദ്യമൊക്കെ ഡയറീൻ്റെ ഉള്ളിലുണ്ടാവുക. അപ്പോൾ അതൊക്കെ നോക്കുകയാണ് കേട്ടോ, ചില്ലറ പൈസ ഉണ്ടോ നോക്കുകയാണ്. വലിയ നോട്ട് കൊടുത്തിട്ട് കാര്യമില്ല, എല്ലാം മമ്മിയുടെ കയ്യിലേക്കാണല്ലോ കിട്ടുക. അങ്ങനെ അപ്പോൾ അതാ തുമ്പമ്മയ്ക്ക് പൈസ കിട്ടിയപ്പോൾ വേഗം കാര്യമായിട്ട് നോക്കുന്നുണ്ട് കേട്ടോ. സംഭവം അവർക്ക് ഇത് എത്ര പൈസയൊന്നും അറിയില്ലല്ലോ. അല്ലൂന് 200 നോട്ട്, ഇവർക്ക് 100 ചില്ലറകളായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത്. കാരണം അപ്പോൾ ഇവൾ നോക്കണത് ഇത് എത്ര പൈസ ഉണ്ടെന്ന്. അല്ലു പൊട്ടെ ഓൻ പറയാം എനിക്കൊന്നും ഓക്ക് കുറേ എണ്ണോന്ന്. ഇവരെ മാനേജ് ചെയ്യാനുള്ള ഏറ്റവും വലിയ കോമഡി ഇട്ടാം. പിന്നെ അല്ലൂന് അപ്പോൾ അമ്മമ്മ പറഞ്ഞിടത്തല്ല പൊട്ട ഇത് 200 ഓക്ക് 100 കൊടുത്തിട്ടുള്ളൂ എന്ന്. അപ്പോൾ അല്ലു ഓക്കെ എന്നാണ് ഇത് നോക്കുകയാണേ. അപ്പോൾ തുമ്പിക്കൊരു ഡൗട്ട്, അപ്പോൾ എനിക്ക് കുറവാണോ എന്നിട്ടോ കൂട്ടിയേക്കാം. എന്നിട്ട് ഓൻ ആടെ എന്താ എഴുതിയതമ്മേ 200 തന്നെയല്ലേ ഇതൊക്കെയാണ് ചോദിക്കുന്നത് കേട്ടോ. പണ്ട് ഞങ്ങൾ ചാത്തമംഗലത്തായിരുന്നു കേട്ടോ താമസിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അമ്മമ്മയും അമ്മച്ചനും വരുമ്പം തിരിച്ചു പോകുമ്പം പൈസ തരും. അപ്പോൾ ആദ്യം വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഒരു പൈസ തരും. അങ്ങനെ ഞാൻ അവരെ വയ്യാതെ തന്നെ കൂടെ പോവത്രേ. എന്നിട്ട് ഒരു വളവിലെത്തുമ്പോൾ അടുത്ത പൈസ തരും. അപ്പോൾ ഞാൻ അടുത്ത വളവ് വരെ പോകുന്നു. അപ്പോൾ അടുത്ത വളവെത്തുമ്പോൾ അടുത്ത പൈസ തരും. അങ്ങനെ ബസ് സ്റ്റോപ്പ് വരെ പോയി മാക്സിമം പൈസയും കളക്ട് ചെയ്തിട്ടാണ് തിരിച്ചു വരികയെന്ന്. അപ്പോൾ ലൈക്ക് എന്താ പറയുക, ആ കഥയൊക്കെ അമ്മമ്മയും അമ്മച്ചനും പറയുകയാണേ. ഇതേപോലെ തന്നെയാണ് മോളെ എൻ്റെ മോളും എന്നാണ് പറയുന്നത് കേട്ടോ. പൈസ കിട്ടിയ സന്തോഷത്തിൽ അമ്മച്ചനടുത്ത് പോയി കിട്ടിയെന്നൊക്കെ പറയുകയാണേ. പൈസ കിട്ടിച്ചോ നന്ദി, കുനിഞ്ഞു മടങ്ങിയത് മതി. അയ്യോ എന്റെ ഭഗവാനെ, എന്റെ ദൈവമേ, നന്ദിയുണ്ട് സാറേ പറയ്. അമ്മേ ഇതേതാ ആസനം? കുട്ടി കിട്ടി കരയണ്ടാ പറയ്. അത് കണ്ടിട്ട് ചിരിക്കാൻ. സാരല്ലാട്ടാ
ഇല്ല ഇനി ഇത് നോക്കണ്ടോ അതല്ല ഓന്റെ പൈസ ആകുമ്പോൾ ഒന്നുകൂടെ എണ്ണി നോക്കുക ചുണ്ട് തട്ടണ്ട. കുട്ടി ഇടയ്ക്കിടയ്ക്ക് എണ്ണി നോക്കുന്നുണ്ട് കേട്ടോ. ഇത് എണ്ണി തിട്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെയാണ് എൻ്റെ കയ്യിലേക്ക് വരാനുള്ളതല്ലേ, അതാണ് ആ കാര്യം. എന്തൊക്കെ സങ്കടം ഉണ്ടെങ്കിലും മക്കളുണ്ടാകുമ്പോൾ ഒരു സന്തോഷമാവും എന്ന് പറയുന്നത് സത്യമാണ് കേട്ടോ. കാരണം ഇപ്പോൾ ഞങ്ങളെല്ലാവരും സങ്കടത്തിൻ്റെ ഒരു നിമിഷത്തിലായിരുന്നെങ്കിൽ കൂടിയും അത് ആ കളിയിൽ അങ്ങനെ അങ്ങോട്ട് കുറഞ്ഞു. കുറച്ച് ദിവസം ഒരുമിച്ചുണ്ടായിട്ടേ പെട്ടെന്ന് പോവുക എന്നൊക്കെ അക്സെപ്റ്റ് ചെയ്യാൻ ഭയങ്കര ഒരിത്. അമ്മമ്മയാണെങ്കിൽ എൻ്റെ അമ്മമ്മ ഭയങ്കര സെൻറ്റിയാണ് കേട്ടോ. പെട്ടെന്ന് കരയും, അങ്ങനത്തെ ഒരു ടൈപ്പാണ്. അപ്പോൾ ഞാൻ പോകുന്നത് കണ്ടപ്പോൾ അമ്മമ്മ ആകെ സങ്കടത്തിലായിപ്പോയി. അമ്മച്ചനും അതെ. എനിക്കാണെങ്കിലുണ്ടല്ലോ ഇങ്ങനെ ഒരു കരയുമ്പോൾ ഓരോ കൂടെ കരയാന്നല്ലാതെ സമാധാനിപ്പിക്കാനുള്ള കഴിവ് കുറച്ച് കുറവാണ് കേട്ടോ. എനിക്കാണെങ്കിൽ ഞാൻ ഓൾറെഡി സങ്കടപ്പെട്ട് ഇങ്ങനെ പൊട്ടി നിൽക്കുകയായിരുന്നു. അപ്പോൾ പിന്നെ ഇതുകൂടെ ആയപ്പോൾ വല്ലാത്തൊരു സങ്കടം. പിന്നെ ഈ ഒരു സമയം കൂടെ അല്ലേ, അപ്പോൾ നമ്മൾ കുറച്ച് ഇമോഷണലി ഇതാവുമല്ലോ അങ്ങനെ. പക്ഷേ കുഴപ്പമില്ല, കാരണം എന്തെങ്കിലും ആവശ്യം ഉണ്ടാകുമ്പോൾ ഓടി വരാനവരൊക്കെ ഉണ്ടല്ലോ, അതന്നെ ഒരു സന്തോഷമല്ലേ. അപ്പോൾ അത്രയേ ഉള്ളൂ. അങ്ങനെ ഇതാ സാധനങ്ങളൊക്കെ എടുത്ത് പോവുക. അപ്പോൾ അലക്കിയത് ഉണങ്ങാത്തത് ഉണ്ടായിരുന്നു, അപ്പോൾ അതും എടുത്ത് കവറിലാക്കി തന്നതാണ് കേട്ടോ. രാവിലെ ഇനി ഒരു വരുമ്പോൾ അതൊക്കെ എടുത്ത് വരാൻ ബുദ്ധിമുട്ടാവണ്ട, കവറിൽ വെച്ച് നമുക്ക് അയൽമേൽ കൊണ്ടുപോയി ഇടാമെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ ഇറങ്ങുകയാണ്. അല്ലു തിരിച്ചു വരാം എന്നുള്ളൊരു സമാധാനത്തിലാണ് നിൽക്കുന്നത്. തുമ്പമ്മയ്ക്ക് ഇതൊന്നും അറിയില്ലല്ലോ, അല്ലൂസും വരുന്നുണ്ട് എന്നുള്ളൊരിതിലാണ് ഓൾ വരുന്നത്. ഓൾക്ക് അല്ലൂസിൻ്റെ വലിയ പ്രശ്നമല്ല, ഓനും കൂടെ തിരിച്ചു പോകുന്ന ഓളെ അവസ്ഥ എന്താവും എന്നറിയില്ല. അങ്ങനെ അമ്മമ്മയുടെ അടുത്തതാ ബായ് പറഞ്ഞ് പോരുകയാണ്. എൻ്റെ വീട്ടിൽ നിന്ന് വൈശാഖൻ്റെ വീട്ടിലേക്ക് അധികം ദൂരമൊന്നുമില്ല, ഏറിപ്പോയി ഒരു അരമണിക്കൂർ അത്രയും ഇല്ല. അങ്ങനെ ഞങ്ങളിതാ പോവാണ്. 9 സംതിങ് അത്ര ആയപ്പോഴാണ് ഞങ്ങൾ ഇറങ്ങുന്നത് കേട്ടോ. അപ്പോൾ അച്ഛൻ പോണതിന് മുമ്പേ അവിടെ എത്തണമെന്നുണ്ട്. അച്ഛൻ നൈറ്റിൽ ഡ്യൂട്ടിക്ക് പോകുമല്ലോ, അപ്പോൾ അതിൻ്റെ മുന്നേ എത്തണമെന്ന് വെച്ചിട്ടാണ് പോണത്. ഉണ്ണിയച്ഛനും അമ്മയും അപ്പവും പിന്നെ ഞാനും മക്കളും കൂടി ആയിട്ടോ പോണത്. അമ്മമ്മയും അമ്മച്ചനും വീട്ടിലുണ്ട്. ഇനിയിപ്പോൾ നാളെ രാവിലെ ആകുമ്പോൾ, നാളെ പുലർച്ചയ്ക്ക്, രാവിലെ വെച്ചാൽ നേരത്തെ പോകണമെന്നാണ് ഇവർ പറയുന്നത്. വയനാട്ടിലേക്ക് അമ്മമ്മനെയും അമ്മച്ചനെയും കൊണ്ടാക്കിയിട്ട് പിറ്റേ ദിവസമാണ് ഇവർ തിരിച്ചു വരിക കേട്ടോ. അപ്പവും അമ്മയും ഉണ്ണിയച്ഛനും കൂടിയാണ് അമ്മമ്മേനെ അമ്മച്ചനെയും കൊണ്ടാക്കാൻ പോണതും. ഇനി അവിടെ പോയി കഴിഞ്ഞാലും അന്ന് തന്നെ തിരിച്ചു വരൽ നടക്കില്ല, കാരണം ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ കുരങ്ങ് കയറിയൊക്കെ നശിപ്പിച്ചിട്ടിരിക്കുകയാണ്. ഇനി വീടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണമെങ്കിൽ തന്നെ പാവം നല്ല പണിയുണ്ടാവും അവിടെ. അങ്ങനെ ഞങ്ങൾ പോവുകയാണ്. ഇനിയിപ്പോൾ വീട്ടിലെത്തി ഈ സാധനങ്ങളൊക്കെ അവിടെ ഒതുക്കാനുള്ള നേരെ ഉണ്ടാവുള്ളൂ, കിടക്കാനായി അത്രയും വയ്യാനും. അപ്പോൾ തുമ്പമ്മ വേഗം പോയി ഓളെ മുറിവ് പറ്റിയതൊക്കെ കാണിച്ചു കൊടുക്കാം കേട്ടോ അമ്മയ്ക്ക്. ചുണ്ട് പറ്റി അതാണ് ഇതാണെന്ന്. അപ്പോൾ സാധനങ്ങളൊക്കെ എടുത്ത് കയറ്റി വെക്കുകയാണ്. ഇനി ഇത് മുകളിലേക്ക് എത്തിച്ചേർന്ന് അമ്മയോട് ഞാൻ പറയുമായിരുന്നു, അമ്മയെ മുകളിലേക്കും കൂടെ എത്തിച്ചേരണേന്ന്. പിന്നെ അതാ ക്യാമറ അല്ലൂട്ടൻ്റെ കയ്യിലായിരുന്നു കേട്ടോ. ഇനി അല്ലൂട്ടൻ്റെ വിദഗ്ധമായിട്ടുള്ള എന്താ പറയുക വീഡിയോ എടുക്കലാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മൂത്തച്ഛൻ അത് അവിടെ തന്നെ ഉണ്ട്. ഇളയമ്മ വീട്ടിൽ പോയതാണ്. ഇളയമ്മ ഇനി 2 ദിവസം കഴിഞ്ഞാൽ വരുമായിരിക്കും. അല്ലു അതിലേക്കോ നടന്ന് വീഡിയോ എടുക്കുന്നുണ്ട്. അമ്മേൻ്റെ വയ്യാലെയും മൂത്തച്ഛൻ്റെ ബാക്ക് കൂടിയൊക്കെ പോകുന്നുണ്ട് കേട്ടോ. അമ്മ വേഗം വെള്ളം കലക്കാമെന്ന് പറഞ്ഞിട്ട് പോയതാണ്. അപ്പോൾ അച്ഛൻ അപ്പുറത്തേടെ ഉണ്ട്, ഇപ്പോൾ വരും. ഇനി സാധനങ്ങളൊക്കെ അകത്തേക്ക് കയറ്റട്ടെ, കുറച്ച് അത്യാവശ്യം സാധനമുണ്ട്. അങ്ങോട്ട് കൊണ്ടുപോയൊക്കെ തന്നെയാണെങ്കിൽ കൂടിയും അങ്ങോട്ടും ഇങ്ങോട്ടും പേറുക എന്നുള്ളത്, കാരണം മക്കളും കൂടി ആകുമ്പോൾ കുറേ ഡ്രസ്സൊക്കെ വേണ്ടേ. അങ്ങനെ കുറേ ദിവസത്തിന് ശേഷം വീട്ടിലേക്ക് വരികയാണ് കേട്ടോ. കണ്ടോ, ഞാൻ മറ്റേ ആക്രിപ്പെട്ടിയൊക്കെ എടുത്തിട്ടാണ് വരുന്നത് ഗൈസ്, കാരണം അവിടെ ഒരു പെട്ടി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞാൽ പിന്നെ അതിൽ കൊണ്ടുവരാം. ഇനി കുറേ കവർ, എനിക്ക് ഇനി വലിയൊരു സൂട്ട് കേസ് ഇട്ടങ്ങനെ വാങ്ങേണ്ടി വരും എവിടെയും പോകണമെങ്കിൽ തന്നെ. ഇത് അല്ലൂസിനും തുമ്പിൻ്റെ ഊഞ്ഞാലൊക്കെ അവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. തുമ്പം അതിൽ ഓടി നടന്ന് വീടൊക്കെ ഒന്ന് കണ്ടു വരികയാണ് കേട്ടോ. അല്ലൂട്ടറാണ് വീഡിയോ എടുക്കുന്നത്. അതാണ് ഉണ്ണിയച്ഛനോട് പറഞ്ഞു, ഉണ്ണിയച്ഛ ചിരിക്കുക അങ്ങനെയൊക്കെ എന്നൊക്കെ പറഞ്ഞ് പോയി വീഡിയോ എടുക്കുകയാണ്. ഇനിയിപ്പോൾ ഇവർ പോകുമ്പം എന്താവും എന്നുള്ളത് അറിയില്ല, തുമ്പമ്മയുടെ ഒക്കെ മൂഡ് എന്താവുന്നു. അല്ലൂസും കൂടെ പോകണം കണ്ടാൽ പിന്നെ 30 കിളി പാറും. ഡാഡി ഡ്യൂട്ടിക്ക് പോകാൻ നിൽക്കുകയാണ്. ഇപ്പം തന്നെ അച്ഛന് പോകാനുള്ള സമയം ആയി തുടങ്ങി. പിന്നെ തുമ്പം അതാ കണ്ടപാട് അച്ഛന് ചുണ്ടൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട്, കൊഞ്ചൽ കൂടിയിട്ടുണ്ട്. അതങ്ങനെയാണ് കേട്ടോ, ഒരു കൊഞ്ചിക്കുട്ടിയാണ് നമ്മളെ തുമ്പി. അല്ലൂസ് തിരിച്ച് പോകേണ്ടതുകൊണ്ട് കുറച്ച് ഡിസ്റ്റൻസ് ഇട്ടിട്ടാണ് നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ അമ്മ വേഗം സാധനങ്ങളൊക്കെ കൊണ്ട് തന്ന് വേഗം ഒന്ന് അടിച്ചു വാരിയൊക്കെ തരികയാണ് കേട്ടോ. പാവം എന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഇതൊക്കെ ചെയ്യണ്ടേ, ഇതൊക്കെ അടിച്ചു വാരി ഒന്ന് ക്ലീൻ ചെയ്യൊക്കെ വേണ്ടേ, കുറച്ച് ദിവസമായില്ലേ. അപ്പോൾ അമ്മ കട്ടിൻ്റെ ചോടും ഒക്കെ ഒന്ന് വൃത്തിയാക്കി അടിച്ചു വാരി സാധനങ്ങൾ, പിന്നെ കുറച്ച് തുണി നമ്മൾ അവിടെ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഉണങ്ങാത്ത, അതൊക്കെ അയലിട്ട് തരുകയും ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. ഒക്കെ ചെയ്തെന്ന് ഒരു ഇച്ചിരി സമയം ഉണ്ടായിരുന്നില്ല, ഒരു 10-15 മിനിറ്റ് അവിടെ നിന്നുള്ളെങ്കിൽ ആ 15 മിനിറ്റിനുള്ളിൽ ചെയ്തിടാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ അമ്മ ചെയ്തെന്നുണ്ടായിരുന്നു. അങ്ങനെ ഇതാ ഒരു പോവാൻ നിൽക്കുകയാണ്. ഇനിയിപ്പോൾ തുമ്പീനെ ഞാൻ എന്ത് പറഞ്ഞ് സമാധാനിപ്പിക്കും എന്നുള്ളതാണ് എൻ്റെ ടെൻഷൻ. വോയിസിൽ നിങ്ങളൊരു ചിലങ്കേനെ സൗണ്ട് കേൾക്കുന്നുണ്ടാവും. തുമ്പി ഇവിടെ ഒച്ച ഉണ്ടാക്കരുതെന്ന് പറഞ്ഞ് അടുത്തിരുത്തിയത് കൊണ്ട് ഓക്ക് വായി തുറക്കരുതെന്നല്ലേ അമ്മ പറഞ്ഞുള്ളൂ, കാലിട്ട് ആട്ടി ചിലങ്കേനെ സൗണ്ട് കേൾപ്പിക്കാൻ കേട്ടോ ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്ത്. അങ്ങനെ തുമ്പിക്ക് മിച്ചറൊക്കെ കൊടുത്ത് നൈസായിട്ട് അവിടെ നിർത്താൻ നോക്കുകയാണ്. അല്ലുമെല്ലാം ഓരോ കൂടെ തന്നെ തൂങ്ങുന്നുണ്ട്, തിരിച്ച് പോകണമല്ലോ. പക്ഷേ തുമ്പിക്ക് കാര്യം മനസ്സിലായി, ഓള് വയ്യാലെ തന്നെ പോരുന്നുണ്ട് കേട്ടോ അമ്മേൻ്റെ.
ഇപ്പം നമ്മളെ കരച്ചിൽ അസ്ത്രം തൊടുത്തു വിടുന്നതാണ് തുമ്പമ്മ. കാരണം ഞങ്ങൾക്ക് അതല്ലേ അറിയുള്ളൂ രമേണ. അങ്ങനെ ഉമ്മയൊക്കെ കൊടുത്തപ്പോഴത്തേക്കും പിന്നെ നമുക്ക് മനസ്സിലായി ഓള് കരയാൻ തുടങ്ങി. എനിക്കാണെങ്കിൽ കണ്ടിട്ട് സങ്കടമാവും ചെയ്യട്ടോ. കുറേ ദിവസം എൻ്റെ അടുത്ത് പോലും അല്ലായിരുന്നു കിടക്കാറ്. ഇവിടെ നിന്നൊക്കെ എൻ്റെ അടുത്ത് തന്നെ കിടക്കുള്ളൂ കേട്ടോ. അവിടെ നിന്ന് എൻ്റെ അടുത്തൊന്നല്ല കിടക്കുക, അമ്മേൻ്റെ അടുത്തേ കിടക്കുള്ളൂ. പിന്നെ പ്രത്യേക തരത്തിലുള്ള ആക്രോശങ്ങളായിരുന്നു തുമ്പി പുറപ്പെടുവിച്ചുകൊണ്ടിരുന്നത്. അമ്മമ്മേൻ്റെ കൂടെ തന്നെ കിടക്കുമെന്ന് തന്നെയായിരുന്നു കേട്ടോ. അമ്മയും അതന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. മക്കൾ രണ്ടുപേരും അല്ലാതെ ഒരു വിങ്ങലായിരിക്കും. തുമ്പി ഇങ്ങനെ കരഞ്ഞെങ്കിലും പ്രകടിപ്പിക്കും. അല്ലുട്ടൻ കുറേയൊക്കെ മനസ്സിൽ ഒതുക്കുന്നൊരു ടൈപ്പാണ് കേട്ടോ. വൈശാഖേട്ടൻ പോകുന്ന സമയമാണെങ്കിലും തുമ്പി ഇങ്ങനെ കരഞ്ഞുകൊണ്ട് ഇതാക്കിയിട്ടുണ്ടെങ്കിലും അല്ലും കരയും. പക്ഷെ അതുകൊണ്ട് അത്രയും പിടിവിട്ട് പോയാൽ മാത്രം, അല്ലെങ്കിൽ അവനെ മാക്സിമം മനസ്സിൽ ഒതുക്കി നിൽക്കുന്നൊരു ടൈപ്പാണ്. പക്ഷേ എനിക്കത് കാണുമ്പോൾ വല്ലാത്തൊരു ടെൻഷനാണ്. അപ്പം നമുക്കുണ്ടല്ലോ നമ്മളെ സങ്കടം മറന്നു പോകും. വരെ സമാധാനിപ്പിക്കുന്നതിനിടയിലും അങ്ങനെയായിരുന്നു കേട്ടോ. അപ്പോൾ വൈശാഖേട്ടൻ പോകുന്ന സമയത്ത് ഒരു അവസ്ഥ ഉണ്ടായില്ലേ, അതുപോലെയായിരുന്നു. അമ്മയും ഉണ്ണിച്ചനൊക്കെ അങ്ങോട്ട് പോയപ്പോഴത്തേക്കും എന്താ പറയുക, തുമ്പമ്മ നന്നായി കരയാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. കുറച്ച് നല്ല അലമ്പായിരുന്നു. രാത്രി എന്നിട്ട് നല്ല ഓണം ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട് കേട്ടോ. എനിക്ക് വീട്ടിൽ പോകണോ, എനിക്ക് അമ്മമ്മേൻ്റെ അടുത്ത് പോകണോ, ഞാൻ വയനാട്ടിൽ അമ്മമ്മേനെ കൊണ്ടാക്കാൻ പോട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കഥ വിട്ടു. പിന്നെ ചുണ്ടിനും കൂടെ അത് പറ്റിയതുകൊണ്ട് എനിക്ക് പേടിച്ചിട്ടാണ് ഞാൻ വിടാഞ്ഞത്. പിന്നെ അച്ഛമ്മേൻ്റെ കൂടെ കുറച്ചേരൊക്കെ ഇരിക്കുന്നുണ്ട്. ഇടയ്ക്കിരുന്ന് വർത്താനം പറയും, ഇടയ്ക്ക് കരയും, അങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നെ അമ്മേൻ്റെ കൂടെ കൂട്ടിയിട്ട് പോയിട്ടോ. അപ്പോൾ അച്ഛമ്മേൻ്റെ കൂടെ കിടക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷേ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും ഇങ്ങോട്ട് തന്നെ വന്നു. വൈശാഖിനെ വീഡിയോ കോൾ ചെയ്ത് കാണിച്ചു. എന്തൊക്കെ ചെയ്തിട്ടും ഒരു മാറ്റവും. ഇടയ്ക്ക് കരയാം. കുറച്ച് നേരം ഓക്കെ ആയപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ ഇപ്പോൾ അവൾ മറന്നിട്ടുണ്ടാവും, ഇനി കരയിലുണ്ടാവില്ല എന്നൊക്കെ വിചാരിച്ചു. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും തുടങ്ങിയിട്ടാ. സങ്കടമൊക്കെ മാറി. പിന്നെ കുട്ടിക്ക് ദേഷ്യം കേട്ടോ. കാരണം ഏട്ടൻ എന്തിനാണ് വിട്ടതെന്നായിരുന്നു പിന്നെ എന്നോടുള്ള ചോദ്യം. അമ്മമ്മ പോയി ഓക്കെ, അത് കഴിഞ്ഞ് ഏട്ടനും ഇല്ല. അപ്പോൾ എല്ലാം കൂടെ ആയപ്പോൾ കുട്ടിക്ക് ഭയങ്കര സങ്കടമായി. അല്ലൂസ് ഉണ്ടായിരുന്നെങ്കിൽ പിന്നെയും കുറച്ചൊക്കെ മാനേജ് ചെയ്യായിരുന്നു. ഓൻ ഇവിടെക്കാൾ അപ്പുറമായിരുന്നു. ഇങ്ങോട്ട് പോയി പറഞ്ഞപ്പോൾ ആദ്യം കരച്ചിൽ തുടങ്ങിയോണ്ടാണ് ഓൻ അങ്ങോട്ട് വിട്ടത്. നാളെ രാവിലെ ആകുമ്പോൾ ഓനോട് എത്തും. ഞാൻ കുറേയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കി. കുട്ടി കരച്ചിൽ അലമ്പായപ്പോൾ പിന്നെ മെല്ലെ മുകളിലേക്ക് കൊണ്ടുപോയി കിടത്താനുള്ള പരിശ്രമത്തിലായിരുന്നു പിന്നെ ഞാനാണെങ്കിലും ആകമൊത്തം ഒരു ശോകമടിച്ച അവസ്ഥയായിരുന്നു കേട്ടോ. കാരണം എനിക്കിപ്പോൾ എൻ്റെ സങ്കടമൊന്നും ആരും കാണിക്കാൻ പറ്റാത്ത അവസ്ഥയായി. കാരണം ഞാൻ കാണിച്ച അവളെ അതിൻ്റെ അപ്പുറം കാര്യം എനിക്കറിയാം. അവളെ കരച്ചിലാണല്ലോ നമുക്ക് മെയിൻ, അതാണല്ലോ ആദ്യം മാറ്റേണ്ടത്. അങ്ങനെ ഞാൻ അങ്ങ് ഒതുക്കി ഗൈസ്. അതല്ല, നമ്മൾ അച്ഛൻ പോയിട്ട് നമ്മളെ ചന്ദ്രപ്പെട്ടില്ലേ, അതുപോലെ പോയിട്ട് എന്തൊന്നര സങ്കടം വരിക. ആണോടി, അമ്മൻ്റെ കുട്ടി കരണ്ട. അമ്മല്ലേ അമ്മൻ്റെ പൊന്നിൻ്റെ കൂടെ, അമ്മൻ്റെ പൊന്നിൻ്റെ കൂടെ, അമ്മൻ്റെ പൊന്നിൻ്റെ കൂടെ അമ്മല്ലേടി പൊന്നെ. ബേബി ഇല്ലേ, നീ കരയുന്ന കേട്ടിട്ട് ബേബിക്ക് നല്ല സങ്കടമാവുന്നുണ്ട്. സങ്കടപ്പെടണ്ട പറയും ബേബിയുടെ അടുത്തിട്ടോ. സാരല്ല കേട്ടോ, സ്വത്താണ്. നമുക്ക് ഉറങ്ങാ. ഓ കാണിച്ചു തരാം, നമുക്ക് ഉറങ്ങാ. അങ്ങനെ ഒരു വിധത്തിൽ ഞാൻ ഓളെ പിടിച്ച് ഉറക്കി. രാവിലെ ഞാൻ ഓളെ എണീപ്പിക്കാൻ നിന്നില്ല. കാരണം ഇനിയും അമ്മേനെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഓൾ ഇനിയും കരയുള്ളൂ. അപ്പോൾ രാവിലെ ഞാൻ പുറത്തിറങ്ങി നോക്കി. അത്യാവശ്യം നല്ല തണുപ്പുണ്ട് കേട്ടോ. ഈ സമയത്ത് ഒരു അമ്മമ്മേനെ കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് വരികയാണ്. അപ്പോൾ വരുന്ന വയ്ക്ക് അല്ലൂസിനെ ഇവിടെ കൊണ്ടാക്കണമല്ലോ. അങ്ങനെ ഇങ്ങോട്ടേക്ക് കയറി അല്ലുവിനെ ഇവിടെ ആക്കി തന്ന്. അല്ലു മുഖത്തൊന്നും വരേക്ക് നോക്കണില്ല, അവിടുന്ന് കരഞ്ഞോണ്ടാണ് വന്നതെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാനിതാ നമ്മളെ പനിക്കൂർക്കേൻ്റെ ഇലയില്ലേ, അത് ഞങ്ങളുടെ എടുത്താട്ടോ. ഇനി നമുക്ക് ആ ഒരു വീഡിയോ ഞാൻ എന്തായാലും ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാവേ. അതെങ്ങനെയാണ് ചെയ്യാമെന്നൊക്കെ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ എന്തായാലും കാണിച്ചു തരാം. അമ്മമ്മയ്ക്ക് ആകെ സങ്കടം പിടിച്ചിട്ടുള്ള മുഖത്തിലാട്ടോ നിൽക്കണം. എനിക്ക് സങ്കടമായി കണ്ടപ്പോൾ. ഇനിയിപ്പം അമ്മമ്മ ഏതാ പറയണേ, മക്കളെ കാണണമെങ്കിൽ ഇത്രയും ദൂരം വരണ്ടേ അങ്ങനെയൊക്കെ പറയാൻ കേട്ടോ. വയനാട്ടിൽ നിന്ന് ഇങ്ങോട്ട് എത്തണ്ടേ. അങ്ങനെ ഇതാ എല്ലാവരുടെ അടുത്തും ബായ് പറഞ്ഞവർ ഇറങ്ങാൻ നിന്നില്ല. കാരണം ഓൾറെഡി ലേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി വെക്കേഷനൊക്കെ കഴിഞ്ഞ സമയമാകുമ്പോൾ തിരക്കാവും, ചുരമൊക്കെ തിരക്കാവും, ബ്ലോക്കാവും എന്നൊക്കെ പറഞ്ഞിട്ടാണ് നിൽക്കുന്നത്. ഇതിലും നേരത്തെ ഇറങ്ങണം എന്ന് വിചാരിച്ചതാണ്, പക്ഷെ ഒന്നും നടന്നില്ല. അങ്ങനെ അല്ലുവിനെ കൂടെ ആക്കി കുറച്ച് സാധനം തരാണ്ട് അതും തന്നിട്ട് അവർ പോവുകയാണ് കേട്ടോ. അമ്മയും അച്ഛനൊക്കെ വേഗം വന്ന് ഒരിടത്ത് വർത്താനൊക്കെ പറഞ്ഞ്. തുമ്പമ്മേനെ ഞാൻ എണീപ്പിച്ചില്ല. തുമ്പമ്മ എണീറ്റിരുന്നെങ്കിൽ ഇപ്പം നല്ല പരിപാടിയായിരുന്നു. ഇവിടെ അടുത്ത കരച്ചിൽ മഴ ഒഴിയായിരുന്നു. പിന്നെ ഇവരെ കൂടെ പോകേണ്ടിയൊക്കെ വന്നേനെ, അതുകൊണ്ട് ഓളെ എണീപ്പിച്ചില്ല കേട്ടോ. അങ്ങനെ പിന്നെ ഇത് അമ്മമ്മ അടുത്ത കരച്ചിലുള്ള തയ്യാറെടുപ്പിലാണ് നിന്നു. അപ്പോൾ വേഗം വിട്ടോന്നുണ്ട്. മക്കളൊക്കെ നോക്കിയാട്ടെ, മദ്രസയിൽ പോകുന്ന മക്കളാണേ, ഒന്നും ശ്രദ്ധിക്കില്ല. അങ്ങനെ പോവാണ്. വണ്ടീനെ തൊട്ട് ബാക്ക് കൂടിയൊക്കെ പോകണേ. പെട്ടെന്ന് കണ്ടില്ല വണ്ടി ബാക്കോട് എടുത്താൽ എന്താ അവസ്ഥ അല്ലേ. എനിക്ക് പേടിയാണ്. ഞാൻ ഇപ്പോഴും എനിക്ക് ഭയങ്കര പേടിയാട്ടോ. അല്ലുവിനെയും തുമ്പീനൊക്കെ അങ്ങനെ പുറത്തേക്ക് വിടാനൊക്കെ. അങ്ങനെ റോഡ് സൈഡിൽ കൂടെയൊക്കെ മക്കൾ, കുഞ്ഞ മക്കളൊക്കെ പോകുമ്പോൾ ഞാൻ അങ്ങനെ പറയും, അയ്യോ ഞാൻ വിടുമോ അങ്ങനെ എന്നൊക്കെ പറയൂ കേട്ടോ. ഇനിയിപ്പം അമ്മയും ഉണ്ണിച്ചനൊക്കെ പോയിട്ട് ഒരു ദിവസം അവിടെ നിന്നിട്ടാണ് വരിക. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നല്ല ക്ലീനിങ്ങിൻ്റെ പണി ഉണ്ടാവും. അങ്ങനെ അവർ പോയി ഗൈസ്. ഇനി ഞാൻ വേഗം വീട്ടിലേക്ക് കയറട്ടെ. അപ്പം അല്ലൂസ് അപ്പോഴാണല്ലോ വന്നത്. അപ്പം അച്ഛൻ പറഞ്ഞിട്ട് വാടാ അച്ഛനെ കൂടെ കിടക്കാടാ കുറച്ച് നേരം എന്നൊക്കെ പറഞ്ഞു. അച്ഛൻ ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന് കിടക്കുകയാണ് കേട്ടോ. അല്ലൂട്ടൻ വീട് ചുറ്റും നടന്ന് കാണുകയെന്ന് തോന്നുന്നു. നടക്ക് കണ്ടോ, ഏട്ടൻ പറഞ്ഞിരുന്ന് കുമ്പയിലെ ബേബിയൊക്കെ വന്നിട്ടേ അച്ഛനൊക്കെ വന്നിട്ട് നമുക്ക് പോവാട്ടോ.
ഇപ്പൊ പോണോ? ഏട്ടൻ നല്ല കുട്ടിയായിട്ട് എല്ലാം മനസ്സിലാക്കണ്ടല്ലോ അല്ലേ ഏട്ടാ? എപ്പോ? വരുമ്പോഴോ? ആണോടി പൊന്നെ? സാരമില്ല, നടക്ക്. ഏട്ടൻ രാവിലെ തന്നെ എണീറ്റ് പഠിക്കുന്നതൊക്കെ ഉണ്ടോ? നല്ല ഏട്ടനാ. നടക്കും നടക്കും. എത്ര നേരം അവള് കരഞ്ഞറിയോ? ഞങ്ങളൊക്കെ പോയിട്ടൊക്കെ നല്ല സങ്കടമായി ഇല്ല പൊന്നെ അല്ലേ? ചുണ്ട് നോക്കട്ടെ. അപ്പോൾ എന്തായാലും ഓരോരോ സങ്കടം പറച്ചിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയട്ടെ കേട്ടോ. ഇനി ഞങ്ങൾ കൊടുവള്ളിയിലാണ് ഉണ്ടാവുക. അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളായിട്ട് ബാക്കി വീഡിയോസിലൊക്കെ വരാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടാറ്റാ ബൈ ബൈ, സീ യു, ബൈ.